ഫ്ലവേഴ്സ് കോമഡി ഇത് ഐറ്റം വേറെ. ഫ്ലവേഴ്സ് കോമഡി ഇത് ഐറ്റം വേറെ. കാര്യക്കാര് പുറത്ത് ഇത് തുടങ്ങാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുന്നിപ്പോണ്ട്. ഇന്ന് നിർഭാഗ്യവശാൽ നമ്മുടെ പ്രിയപ്പെട്ട അസിസിക്ക ഇല്ല. അസിസിക്ക ഒഴിച്ചുകൂടാനാവാത്ത ചില ഷൂട്ടുകൾക്ക് വേണ്ടിയിട്ട് പോവാണ്. അതിൻ്റെ സന്തോഷത്തിലാണ് പിന്നെ ഷാജോൻ ചേട്ടനും നസീർക്കയും എന്തെന്നില്ലാത്തൊരു ആഹ്ലാദം. കാര്യം ഇവരുടെ രണ്ടുപേരുടെയും കട്ട ചങ്കാണ്. ഇന്ന് നമുക്ക് വരുന്ന മൂന്നാമത്തെ ജഡ്ജ്. ഒരുപാട് സ്നേഹത്തോടെ അവരെ മൂന്നുപേരെ സ്വാഗതം ചെയ്യുന്നു. ലെറ്റ്സ് വെൽക്കം ഷാജോൻ ചേട്ടൻ, നസീർക്ക ആൻഡ് ജാഫർ ഇക്ക. ചേട്ടാ വെൽക്കം. കളിച്ചോണ്ട് വരുമ്പോ ഞാൻ ഇവിടെ ഞാൻ പെട്ടെന്ന് കണ്ണു വങ്ങിപ്പോയി. അങ്ങനെ കളിച്ചു പോകണ സമയത്ത് തടസ്സം പിന്നെ പൊങ്ങി വന്നപ്പോഴാ ജീവ എന്ന് മനസ്സിലായി. ഇത്രയും ഇൻവോൾവ് ആകരുത്, അല്ലെ തന്നെ അസിസിക്ക പോയിന്റ് സന്തോഷത്തിൽ ഇവിടെ ചില ആൾക്കാരുണ്ട്. അങ്ങനെയാണ് ഞാൻ പറഞ്ഞ് കയറ്റി വെച്ചേക്കുന്നത്. അസീസ് വരും, അസീസ് മടങ്ങി വരും. അസീസും ഞാനും ഒരു പടത്തിലായിരുന്നു. കേരള പോർഷൻ തീർന്നു. അസീസും ധർമ്മജനും ധ്യാനും എല്ലാം തമിഴ്നാട് പോണ്ടിച്ചേരി വഴി അങ്ങ് കറങ്ങിയടിക്കാൻ പോയപ്പോ ഉടനെ എത്തുവോ? അല്ല, അത് പെട്ടെന്ന് പടം തീർന്നു വരാതെ ഇരിക്കാനല്ല ഞാൻ പറയുള്ളൂ. എന്നല്ല എന്നെ വിളിക്കുള്ളൂ. അല്ല, എന്നെ അല്ലെങ്കിൽ വേറൊരാൾ വിളിക്കുള്ളൂ. അസീസേ അല്ലേ? അസീസേ ആ സീറ്റിലായിരിക്കും. ഓക്കെ അസീസ്. അപ്പൊ ജാഫറിക്ക സ്വാഗതം നമ്മുടെ കുടുംബത്തിലേക്ക്. ഇനിയിപ്പോ ജാഫറിക്കയുടെ കുടുംബമാണ്, അറിയാലോ. ഇവര് മൂന്നുപേരും ഇവിടെ എന്തൊക്കെയുണ്ട് ജാഫറിക്ക വിശേഷങ്ങൾ പറഞ്ഞാട്ടെ? ഇങ്ങനെ വർക്കും കാര്യങ്ങളൊക്കെ ആയിട്ട് പോകുന്നു. ഓക്കെ, അപ്പൊ വർക്കിന്റെ ടെൻഷൻ എന്നൊക്കെ മാറി കുറച്ച് സ്കിറ്റ് ഒക്കെ കണ്ട് ആഹ്ലാദിക്കാൻ വേണ്ടി ജാഫർക്ക് എത്തിയിരിക്കുകയാണ് നമ്മൾ. ആ ഒരു സന്തോഷത്തിൽ നമ്മുടെ ഇന്നത്തെ ഡേ ആരംഭിക്കാം. അസിസിക്ക ഇല്ലാത്തതിന്റെ സങ്കടത്തിൽ നമുക്ക് തുടങ്ങാം. അല്ല, അസീസിക്ക ഇല്ലാത്തതിലും നന്നായിട്ട് പൊളിക്കണം. അത് അസീസിക്ക കണ്ടിട്ട് ഇനി ഒരിക്കലും ഇവിടുന്ന് പോകരുത്. സമയത്ത് വേറെ ഷൂട്ട് പിടിക്കരുത്. ആളെ വിടണം. എനിക്ക് മേലുള്ള ആൾക്കാർ വരും. ഇവിടെ ഒരു ധാരണ വേണം. അപ്പോ ഇത് ഐറ്റം വേറെയിലേക്ക് ഒരിക്കൽ കൂടെ ഹൃദയം നിറഞ്ഞ സ്വാഗതം. ജാഫറിക്ക നമ്മൾ പൊളിക്കുന്നു. ഓക്കെ, ജീവനോടുകൂടി ജീവൻ ടോൺ കളിച്ചോളൂ പ്ലീസ്. ഫ്ലവേഴ്സ് കോമഡി ഇത് ഐറ്റം വേറെ. വളർന്നു വന്നുകൊണ്ടിരിക്കുന്ന ഒരു ഐറ്റം ടീമുണ്ട്. വിളിക്കട്ടെ? ലെറ്റ്സ് വെൽക്കം രാജേഷ് കൊട്ടാരത്തിൽ, ഹരി ആൻഡ് സുജിത്. ഇത് ഐറ്റം വേറെ. രാവിലെ ആകാശവാണിയുടെ വായിന്ന് വല്ലതും കേക്കാം. അത് ആന വരത്തു പോക്കൂ. പേടിച്ചു പോയി. ചെരുപ്പ് തെറിച്ചാന്നോ? പേടിച്ചു പോയി. നീയാണോ ഇപ്പൊ അങ്ങോട്ട് ഓടിപ്പോയി? ഞാനാണോ ഓടിയേ? അല്ല, നീ കടയിൽ കയറാതെ ഓടിപ്പോയത്. എനിക്ക് ആഗ്രഹമില്ല. ഞാൻ ഈ കാലം അവിടെ നിൽക്കണ്ടേ. ഞാൻ പിന്നെ അവിടെ കൊണ്ടിട്ട് തിരിച്ചോണ്ട് വരുവാ. പതിവ് പോലെ ഇന്നും ബാലയെ പൊളിഞ്ഞു. അതെന്തോ ചോദ്യം അണ്ണാ. ഒരാളെ നമുക്ക് എങ്ങനെ വേണേലും കൊല്ലാം, പക്ഷെ അഭിനയം വലിയ പാടാ കേട്ടോ. ഈ അമ്പലത്തിലോട്ടെ ഇവിടുന്ന് എന്തോണ്ട് ദൂരം? ഇവിടുന്ന് 10-12 കിലോമീറ്റർ ഉണ്ട്. 5 മിനിറ്റ് എടുത്തോളൂ ഞാൻ ഇവിടെ വരാൻ. എടാ, അശോകന്റെ മോൻ എന്തിയടാ? അവൻ എന്റെ പാത പിന്തുടർന്ന് വരുന്നുണ്ട്. അണ്ണന്റെ കാല്, അണ്ണന്റെ കാല്, അണ്ണന്റെ കാല്, അണ്ണന്റെ കാല്, അണ്ണന്റെ മുടിഞ്ഞ കാല്. അയ്യോ എടാ, നീ നല്ല പാർട്ടിയാ. നീ എവിടെ പോയി കിടക്കുമായിരുന്നു? എന്റെ പൊന്നണ്ണ, നിങ്ങളെ പരിപാടി കഴിഞ്ഞാൽ നിങ്ങൾ ഓടിയില്ലയോ? കമ്മിറ്റിക്കാരൻ ഒരുത്തം എന്റെ തോളൽ ഇങ്ങനെ കൈയിട്ടിട്ട് എടാ അശോകന്റെ മോനെന്ന് അങ്ങനെ തന്നെ ആണോ വിളിച്ചത്? അങ്ങനെ തന്നെ എന്നെ വിളിച്ചത്. എന്നെ വിളിച്ചിട്ട് ചോദിച്ചു, ആ രാജാവായിട്ട് ചെയ്തവൻ എന്തിയാടാന്ന് പറഞ്ഞു. എന്താ? എനിക്കറിയാം വാക്കില്ല കിട്ടാനാന്ന്. ഞാൻ അപ്പോഴേ അവിടുന്ന് ഓടി. എന്റെ ഓടി വരുന്ന വഴിക്കുണ്ടല്ലോ, നമ്മുടെ ബാലയുടെ പോസ്റ്ററൊക്കെ ഈ മതിൽ ഒട്ടിച്ചു വെച്ചിട്ടില്ലയോ? ഉണ്ടായിരുന്നു. ഈ കണത്തിലുള്ള കമ്പ് കൊണ്ട് കമ്മിറ്റിക്കാർ അതിനകത്തിട്ട് അടിക്കുന്നുണ്ടോ? പോസ്റ്ററല്ലോ? ഓ, അതൊന്നും പിഴച്ചു. എനിക്കറിയാമോ. അമ്പാണ് അതിന്റെ കയ്യിലിരിക്കുന്നേ. ബില്ലെന്തിയേ? ഓടുന്നിടക്ക് ഞാൻ ബില്ല് കൊണ്ട് ഓടാൻ പറ്റുമോ? ഈ അമ്പ് മേടിച്ചെന്റെ ബില്ലെന്തിയെന്ന് നീ അതിന്റെ ഇടയ്ക്ക് അത് ചോദിക്കാൻ നിൽക്കുക. എടാ, എന്റെ കയ്യിൽ നല്ല പൈസ പോന്നേ. പിന്നെ എനിക്കന്ന് നടു വന്നേ അനക്കാൻ വയ്യ. അന്നാ നടുവേദനക്ക് എന്തെങ്കിലും ഒരു മരുന്നുണ്ട്? എടാ, അത് പച്ചലയുടെ നീര് പിഴിഞ്ഞങ്ങ് തേച്ചാ മതി, മാറും. എടാ, തുളസി മരുന്നാന്നോ? എടാ, തുളസി മരുന്നാന്ന് അറിയത്തില്ല. അവന്റെ അനിയൻ കഞ്ചാവാ. വല്ല കാര്യം ഉണ്ടായിരുന്നോടാ? അണ്ണൻ കട്ടൻ ചായക്ക് പറഞ്ഞായിരുന്നോ? കട്ടൻ ചായ നിനക്ക് വേണോ? പിന്നെ അണ്ണാ, ഒരു 2 കട്ടൻ ചായ. നല്ല സൂപ്പർ കട്ടൻ ചായ നിങ്ങൾക്ക് എടുത്തു തരാം. ക്ഷീണിച്ച് വന്നതല്ലേ?
ചായ കൂടി, കട്ടൻ ചായ അങ്ങോട്ട് കൂടി, എന്നിട്ട് എന്റെ അഭിപ്രായം അങ്ങോട്ട് പറ കേട്ടോ. പറയാം. നല്ല ടേസ്റ്റ് അണ്ണാ. ഞാൻ കുടിച്ച് നോക്കിയിട്ടേ പറയത്തുള്ളൂ. കിടുക്കാച്ച് സാധനം. എന്താ അടങ്ങിയിരിക്കുന്നേ? ഞാൻ ഈ ഓടിയ ക്ഷീണം കൊണ്ട് അങ്ങ് അടങ്ങി അങ്ങ് ഇരിക്കുക. എടാ അതല്ലെന്ന്, ഈ ചായക്കകത്ത് എന്തോ അടങ്ങിയിരിക്കുന്നെന്ന്. അത് അണ്ണം പറയണ. ലെമൺ പിഴിഞ്ഞൊഴിച്ചിരിക്കുമല്ലോ. യവൻ പിഴിഞ്ഞൊഴിച്ചാൽ സൂപ്പർ ചായ അല്ലേ അണ്ണാ? സൂപ്പർ ചായ. എടാ നാരങ്ങ പിഴിഞ്ഞൊഴിച്ചിരിക്കുവന്ന് ഇതിനകത്ത്. നാരങ്ങ? ആ. പിന്നെ അങ്ങനെ പറയണ്ടേ? ഗ്ലാസ്. ഇന്നലെ നിങ്ങളെ കണ്ടില്ലല്ലോ, ഇന്നലെ പരിപാടി ഇരുന്നായിരുന്നോ? പിന്നെ ഇന്നലെ പരിപാടി ഉണ്ടായിരുന്നു. ഇന്നലെ പരിപാടി ആരെ ഇറങ്ങുന്നിടത്തില്ലായിരുന്നു, കാളയില്. കാളയല്ലടാ, ലാഹലായിരുന്നു. ആ, ഞങ്ങൾ അവിടെ പരിപാടിക്ക് പോയി. പരിപാടിക്ക് അവിടെ ഞങ്ങൾ ചെന്ന് കയറി പരിപാടിയൊക്കെ അങ്ങ് നടത്തി. 100 പ്രോഗ്രാം കേറി നിൽക്കുക. എങ്ങനെ 100 ഞങ്ങൾ ഓടി നിൽക്കുക. അത് ഇനി ഞാൻ ഇത് മറച്ചു വെച്ചിട്ട് കാര്യമില്ല. പരിപാടി ചീറ്റി. ഞങ്ങൾ 5-6 പേര് കൂടി ആ റോഡിൽ ചെന്ന് അങ്ങ് ഇറങ്ങി. ഇറങ്ങിയത് എവിടാ? 5 ഒറ്റയാന. 5 ഉണ്ടായിരുന്നു. സത്യം ഉണ്ടായിരുന്നു. ഈ ഒറ്റയാനയുടെ മുമ്പിൽ ചെന്ന് ചാടിയതോ. ഞങ്ങൾ എങ്ങോട്ട് പോവാനാ? ആന കൊല്ലത്തില്ലേ? ആന കൊല്ലത്തില്ലേ, കരുനാഗപ്പള്ളിയിലില്ലേ ചോദിച്ചാൽ എനിക്കറിയത്തില്ല. കാട്ടാനയുടെ കാര്യമാണ് ഞാനീ പറഞ്ഞേ. പത്രം ഇന്നത്തെ ആണോ? അയ്യോ, മാമ്പഴത്തിന് എന്തോ വിലയാണോ ഇത്? എടാ പിന്നെ മാമ്പഴം പഴങ്ങളിലെ രാജാവല്ലയോ? ആണോ? അതിന് വില കൂടത്തില്ലേ? എനിക്ക് അതിനകത്ത് യോജിപ്പൊന്നുമില്ല കേട്ടോ. അതെന്താ? രാജാവ് ആക്കണേ പൈനാപ്പിളെ ആക്കണോ? അതിനകത്തില്ലേ കിരീടം ഉള്ളത്? അത് ശരി. എടാ അശോകന്റെ മോനെ അണ്ണ, അത് പഴമാണ. പിന്നെ നീ എന്തുവാണെന്നാ വിചാരിച്ചത്? ചെന്ന് മേടിച്ചല്ലോടാ, ചെന്ന് മേടിച്ചല്ലോ. ഈ ഫോണൂടെ ഉള്ളായിരുന്നു എന്നെ അടിക്കാൻ. ഹലോ, മടത്തറയോ? മടത്തറ അമ്പലത്തിൽ നിന്ന് നമുക്ക് നാളത്തേക്കുള്ള ലിസ്റ്റ് അങ്ങോട്ട് കൊടുക്കാൻ. ശരി. നമുക്ക് മടത്തറ ഭാഗത്തൊന്നും അടി കിട്ടിയിട്ടില്ല അല്ലയോ? ഇതുപോലെ അടി കിട്ടിയാ തികയാത്തൊരു ചെറുക്കൻ. എടാ, നിന്റെ ദേഹത്തല്ലോ ഇതൊന്നും വന്ന് നീ ലിസ്റ്റ് പറയടാ. അണ്ണാ തീ ഒരു കവറ്, ഡിസ്ക് ആ കസേര 2 വീതം, 2 ബോക്സ് സോഡ. ഗ്യാസ് വേണമെന്നോ? ഗ്യാസ് വേണ്ട. ഇതൊന്നും കിട്ടിയില്ലെങ്കിലും കുഴപ്പമില്ലണ്ണാ. ഈ അമ്പലത്തിലെ 4 വർഷത്തുള്ള റൂട്ട് മാപ്പ് വേണം കേട്ടോ. അത്യാവശ്യം. നീ ഒന്നും പറയണ്ട. ഇവൻ നിമിത്തം ഇന്നലെ ബാലെ പൊളിഞ്ഞ്. അതിനകത്ത് രാവണൻ കയറി വരുന്ന ഒരു ഭാഗമുണ്ട്. 10 തല വേണ്ടേ? ഇവൻ കൊണ്ടുവന്നതാ 8 എണ്ണം. 2 എണ്ണം എന്ത് ചെയ്യാൻ ചോദിച്ചാൽ പറയാ തലവേദനയായിട്ട് റെസ്റ്റാന്ന്. അത് പറഞ്ഞു തീർന്നതോ കമ്മിറ്റിക്കാർ വന്ന ആദ്യത്തെ അടി എന്റെ തലയ്ക്ക്. ഇവന് രക്ഷപ്പെടാ. ഈ 8 എണ്ണത്തിൽ നീ ഇവന്റെ നോക്കിയെടുക്കുമ്പോ ഇവൻ വീട്ടിൽ ചെല്ലും. പിന്നെ ഞാൻ നിന്ന് കൊള്ളുക. അറിയാവോ? അതൊക്കെ നിങ്ങളുടെ കാര്യം. പറ്റു കൂടുന്നുണ്ട് 2 പേരുടെ. എന്റെ കണക്ക് പറഞ്ഞാൽ തരാം. നിന്റെ കണക്ക് നീ എന്തൊക്കെയാ കഴിച്ചത്? ഒരു ചായ, ഒരു കടി. നീ എന്തൊക്കെയായിരുന്നു കഴിച്ചത്? ഞാന് ഒരു ചായ 10 കടി. അതങ്ങനെ 10 കടിയാവും. ഈ ഒരു ബോണ്ടായി കിട്ടായി 10 കടി. എന്നിട്ടങ്ങാണ്ട് ഏറ്റോ എന്തുവായാലും 5 5 5 10 10 5 15 5 20. നീ എന്നാ ചെയ്യും? കൊറേ വർഷമായി ഞാൻ കട തുടങ്ങിയിട്ട്. 21 22 23 25 രൂപ തരണം. ഇവനെ കൊണ്ട് ഞാൻ ഈ ബാല കളിച്ച ഇവനല്ലേ ഇത് പൊളിക്കുന്നേ? ഈ കടകൾ കിടന്ന് വഴക്കുണ്ടാകരുത്. നിങ്ങൾ രണ്ടും ബാലയിലെ കുറച്ച് ഭാഗം ഇവിടുന്ന് കളിച്ച് കാണിക്കാം. ഞാനൊന്ന് കണ്ടിട്ട് പറയാം ആരാ പൊളിക്കുന്നത്. ഈ വെല്ലുവിളി ഞാൻ അങ്ങ് ഏറ്റെടുത്ത്. അങ്ങനെയാണെ ഞാനും അങ്ങ് തുടങ്ങുക. ശരിയാണ്. ഹലോ 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 കലാസ്നേഹികളെ, മണ്ണാറക്കുളഞ്ഞി മണിയൻ തിയേറ്റേഴ്സിന്റെ 25ാം കലോപഹാരം. എത്ര രഘു? 25. അപ്പൊ ഇന്നും ഇന്നലെ ഒന്നും തുടങ്ങിയതല്ലേ? ഒന്ന് ചുമ്മാരിയാണ്. 25ാമത് കലോപഹാരം ഒരു യുദ്ധം വരുത്തി വെച്ച മൊനയല്ല, മെന മെന മെന. ഞാനാ രാജാവേ. ആരവിടെ? മഹാരാജൻ. ഒന്ന് കടന്നു വരൂ. പറയൂ മഹാരാജൻ. അയൽ രാജ്യത്തു നിന്ന് നമുക്ക് വന്ന ആ ഓലയെടുത്തൊന്ന് വായിക്കൂ. ശരി മഹാരാജൻ. മഹാരാജൻ മഹാരാജൻ അവിടെ നിന്നാട്ട് ഇത് അടുപ്പിനകത്ത് കത്തിക്കാൻ വെച്ചിരിക്കുന്ന ഓലയാ. വേറെ അണ്ണ ഒന്ന് കളിച്ചിട്ട് അങ്ങ് തരാണ്ണ. ഓല എടുത്ത് കളയരുത്. നീ എടുത്തിട്ട് വേണം. കളിച്ചിടം കൊടുക്കത്തില്ല. ഒന്നുകൂടി വിളിക്കണ മഹാരാജൻ. കൊണ്ടുപോകാം. അപ്പുറത്തെ പുറമെ ഇന്ന് ഓല കൊണ്ടുവന്നിട്ടുണ്ട്. ഏതിനകത്തുനിന്നാ എഴുതി നോക്കി എടുക്കുവിൻ. ഞാൻ നോക്കിക്കൊള്ളാം. ഇതിലല്ല, ഇതിനകത്തില്ല, ഇതിനകത്തുമില്ല. ലാസ്റ്റ് കൊണ്ട് എഴുതി വെച്ചേക്കുവാ. അയൽ രാജ്യത്തു നിന്നും അടുത്ത ഞായറാഴ്ച രാവിലെ ഒരു മുടിഞ്ഞ യുദ്ധം തുടങ്ങാൻ പോവാ. പേടിക്കണ്ട, നമ്മുടെ പ്രജകളോട് എത്രയും വേഗം സജ്ജമാകാൻ പറയൂ. ഒരു പഠനം അവിടെ വിഷമിച്ചിരിക്കുന്നു. എന്തുവാ? കുന്തമില്ലെന്നും പറഞ്ഞോണ്ട് അത് കുടത്തിൽ തപ്പാൻ പറയൂ. ശരി പ്രഭു. യുദ്ധവിവരം റാണി അറിഞ്ഞിട്ടില്ല. റാണിയോടൊന്ന് പറയണം. റാണി എവിടെ?
പത്തനംതിട്ട കഴിഞ്ഞല്ലയോ റാന്നി? അണ്ണാ, റാന്നി അല്ല, റാണി. അതെനിക്ക് കേൾക്കത്തക്ക രീതി പറയണം. ആ പറയാ. റാണി എവിടെ? പ്രഭു, ആ ഞാൻ പോയി റാണിയെ വിളിച്ചോണ്ട് വരട്ടെ. തക്കേന്നായിക്കോട്ടെ. അടിയൻ 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 അടിയൻ. ഈ കെപ്പും കടയില്ലാത്ത എന്നോടാണോ ഇത്രയും ധൈര്യമുള്ള? നിനക്ക് എങ്ങനെ യുദ്ധം ചെയ്യാൻ തോന്നി? അവനോടാ എന്റെ കളി. അവൻ വിടുവോ? ഇതുവല്ലോ ഇവിടെ ഇരിക്കുന്ന ഇവന് വല്ല ഇതറിയാവോ? ഞാൻ ഇവിടെ വെച്ച പരിപാടി നടത്തിക്കത്തില്ല കേട്ടോ. നിങ്ങളൊന്ന് ക്ഷമിക്കണ്ണ, നിങ്ങളെ നാടകം ഒന്നും ആയില്ല. നീ ആ ബാലയുടെ ട്വിസ്റ്റ്. ഇപ്പൊ റാന്നിന്ന് വരും. റാണിന്ന് വരുമ്പോലും റാണി വരും. റാണി വരുമ്പോ അണ്ണൻ ദേ ഈ ഫോണില്ലേ, ഈ ഫോണിനകത്തുനിന്ന് ഒരു പാട്ട് വെക്കണേ. പാട്ട് ഞാനിടാം. ആ മഹാരാജൻ. മഹാറാണി, മഹാരാജൻ, നിന്റെ ഈ കുന്തളിപ്പ് കണ്ടിട്ട് എനിക്ക് അടിമുടി അങ്ങ് കുളിര് കോരുവാ. എനിക്ക് അടിമുടി അങ്ങ് ചൊറിഞ്ഞു കയറി വരും. ഇതെന്താ പരിപാടിയാണോ? എന്താണ് ബാല കളിക്കുന്നത്? ഇങ്ങനെ ഇതെന്താ ബാല? ഇത് നിങ്ങൾ പറയുന്നത് എന്തോ? ഒക്കത്തിൽ അണ്ണൻ സമ്മതിക്കാതെ വന്ന എന്തോ ഞാൻ പറയാം. ഇവിടെ കളിക്കാൻ പറ്റില്ല. സൂപ്പർ ബാല്. കടയിൽ കച്ചവടം നടക്കണം. അണ്ണാ, അണ്ണൻ വിഷമിക്കാരി. ഈ ബാല അങ്ങ് പോട്ടെ. ഞാൻ അണ്ണനോട് സന്തോഷ കാര്യം പറയട്ടെ. പറയട്ടെ പറയടാ. അടുത്ത ജൂൺ ആദ്യവാരം മുതൽ ഞങ്ങൾ അവതരിപ്പിക്കുന്ന 26ാമത്തെ ബാല പേര് പറയണ പേര് പറയട്ടെ. ഒടിഞ്ഞ വാളും മുടിഞ്ഞ യുദ്ധവും. അതിന്റെ പോസ്റ്റർ ഞങ്ങൾ ഈ കടൽ ഒട്ടിച്ചോട്ടെ. അതിന്റെ പോസ്റ്റർ ഈ കടയിൽ ഒട്ടിച്ചിട്ട് വേണം എന്നെയും ഈ കടയെ നാട്ടുകാരെ നിർത്തി കത്തിക്കാൻ. ഇറങ്ങി പോരടാ. ഒരു രക്ഷയില്ലായിരുന്നു കേട്ടോ. നല്ല കയ്യിലെടുക്കണം. നല്ല ഉഗ്രനായിരുന്നു. നസീർക്ക ഗംഭീരമായിരുന്നു കേട്ടോ. ഇതിൽ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് നിങ്ങൾ 3 പേരും പ്രൊഫഷണൽ ആയിട്ടുള്ള ആർട്ടിസ്റ്റുകളല്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത. ഈ 3 പേരുടെ ഡയലോഗ് പ്രസൻറ്റേഷൻ എന്ന് പറയുന്നത് നിഷ്കളങ്കമായിട്ടാണ്. ഒരു കൗണ്ടർ നിന്ന് പറയാനുള്ള ലാഘവത്തോടുകൂടി പറയുന്നതേ അല്ല. ചുമ്മാ സംസാരിക്കുന്ന കൂട്ടത്തിൽ അങ്ങ് പറഞ്ഞു പോവുക. പക്ഷെ അത് ചിരിക്കാനുള്ളതാണ്. ആർത്തുല്ലസിക്ക് ചിരിക്കാനുള്ള രീതിയിലാണ് നിങ്ങൾ കൊണ്ടുവരുന്ന ഓരോരോ കൗണ്ടറുകളും. ഇതിന് മുമ്പോ ഇതിന് ശേഷമോ ഇനി വരാനില്ല. ഇത് നിങ്ങളിൽ തന്നെ അടങ്ങിയിരിക്കുന്നു. ഭയങ്കര രസമായിരുന്നു കേട്ടോ. 3 പേരും ഒന്നിലൊന്നിലും മെച്ചമായിരുന്നു. പിന്നെ ഒരു കാര്യം പ്രത്യേകിച്ച് പറയാനുള്ളത്, ഡയലോഗ് പറയുമ്പോൾ അത് മനസ്സിലാകുന്ന രീതിയിൽ പറഞ്ഞെങ്കിലേ ഉള്ളൂ ഇതിലും കൂടുതൽ ചിരി നിങ്ങൾക്ക് കിട്ടുള്ളൂ. പല സാധനങ്ങളും മുങ്ങിപ്പോകുന്നുണ്ട്. ഈ സ്കിറ്റ് ഉണ്ടാക്കുന്ന കാര്യത്തിൽ നിങ്ങൾ 3 പേരും മിടുക്കന്മാരാണ്. അത് അവതരിപ്പിച്ച് കാണിക്കുന്നതിലും അഗ്രഗണ്യന്മാരാണ്. ഗംഭീരമായിട്ടുണ്ട്. ഞാനേ സത്യം ഞാൻ പറയട്ടോ, അടുത്ത കാലത്ത് അങ്ങനെ ചിരിച്ചിട്ടില്ല. ഞാൻ ഇന്ന് ഒന്നും പറയുന്നില്ല. ജാഫറുടെ കണ്ണൊക്കെ നിറഞ്ഞ് ഇവിടെ ലാസ്റ്റൊക്കെ വെള്ളമായി. എനിക്ക് വല്ലാത്ത അതെന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇതിനു മുമ്പ് കേട്ടതാണോ വരാൻ പോണേന്ന് ഓർക്കും ചില സാധനങ്ങൾ. പക്ഷെ അതല്ല, അതിന്റെ മുകളിൽ വേറെ സാധനം അടിച്ചിട്ടു. 10 കടി. കടിയേ നീ എത്ര കടിയാ? 10 കടിയോ? എന്റെ ബോണ്ടക്കിട്ട് 10 കടിയാ. എന്നിട്ടും മുറിഞ്ഞില്ല. എന്നിട്ടും മുറിഞ്ഞില്ല. എന്നിട്ടണങ്ങി വന്ന്. എന്തായാലും നിങ്ങളെ തുടർന്നോ, നിങ്ങൾ പിടിച്ചടക്കും. അടിപൊളിയാട്ടാ. രാജേഷേ, സുജിത്തെ, ഹരി, 3 പേർക്കും കെട്ടിപ്പിടിച്ച് ഉഗ്രം സ്കിറ്റായിരുന്നു. ഒരു ക്യൂട്ട്നെസ് ഉണ്ട് അതിന്. ഭയങ്കര ക്യൂട്ട്നെസ്സാണ്. നിങ്ങൾ ഒരുപാട് ചില നമ്മൾ സൂക്ഷിച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ എന്താണ് പ്രൊഫഷണലിസം ഇച്ചിരി കുറവുണ്ട്, അല്ലെങ്കിൽ ആക്ടിങ് കണ്ടിട്ട് നിങ്ങൾ അങ്ങനെ കുറേ കുറ്റങ്ങളൊക്കെ വേണമെങ്കിൽ പറയാം. പക്ഷെ നമ്മളിതിനകത്ത് അൾട്ടിമേറ്റ് എന്താണ് നമുക്ക് വേണ്ടത്? ചിരിയാണ് വേണ്ടത്. അത് നിങ്ങൾ ഇങ്ങോട്ട് തന്നു കഴിഞ്ഞാൽ ബാക്കി എല്ലാം അതിൽ മുങ്ങിപ്പോകുന്നുള്ളതാണ്. അതാണ് നിങ്ങൾ ഇവിടുന്ന് തെളിയിച്ചിട്ടുള്ളത്. എല്ലാ ഉഗ്രം കൗണ്ടറുകളായിരുന്നു. ഉഗ്രം കൗണ്ടറുകൾ എന്ന് പറഞ്ഞാൽ നമ്മൾ ഇതിന് മുൻപ് കേട്ടിട്ടില്ലാത്ത സാധനങ്ങളായിരുന്നു. ഈ പുകഴ്ത്തലൊന്നും കേട്ട് നിങ്ങൾ ഒരുപാട് സന്തോഷിക്കരുത്. അതെ, ഇതിനു വേണ്ടി വീണ്ടും 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 ഇതിനപ്പുറമുള്ള ഞങ്ങളെ ഞെട്ടിക്കുന്ന തമാശകളുമായിട്ടായിരിക്കണം അടുത്ത തവണ വരുന്നത്. ഒരുപാട് ഹാർഡ് വർക്ക് ചെയ്ത് ഇനി ഒരുപാട് മുന്നോട്ട് നിങ്ങൾ പോകും, ഉറപ്പാണത്. ഓൾ ദി വെരി ബെസ്റ്റ്. താങ്ക് യു ജാഫറിക്ക. 5 വെച്ച് കൊടുത്തു. 15 മാർഗ 15,000 രൂപ. അത് തുടക്കം തന്നെ കലക്കി. നസീർക്ക 15 രൂപ. 15 രൂപ. ഇപ്പൊ തന്നെ നമുക്ക് ഏതാണ്ട് 30,000 രൂപയായിട്ടുണ്ട്. ഷാജൻ ചേട്ടാ കനത്തിൽ കൊടുത്താട്ടെ. പിടിച്ചോ.
അടിപൊളി 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 അടിപൊളി. നമ്മുടെ ഇത് ഐറ്റം വേറെ തുടങ്ങിയതിന് ശേഷമുള്ള 2 സിൽവർ പഞ്ചിനും 1 ഗോൾഡ് പഞ്ചിനും ശേഷം വരുന്ന 3ാമത്തെ സിൽവർ പഞ്ച്. കലക്കി. അപ്പൊ ഇനി നമ്മൾ അടുത്ത വർഷം കലക്കും. സുല ഫ്ലവേഴ്സ് കോമഡി ഇത് ഐറ്റം വേറെ ഒരു ഐറ്റം ടീമാണ് വരാൻ പോകുന്നത്. വിളിക്കട്ടെ? ലെറ്റ്സ് വെൽക്കം ഷജീർ, സുമി ആൻഡ് വിനോദ്. ഇത് ഐറ്റം വേറെ. സ്കിറ്റ് തുടങ്ങുന്നതിന് മുമ്പ് നമുക്ക് ഒന്നുകൂടെ റിഹേഴ്സൽ ചെയ്താലോ? ഞാനില്ല, ഞാൻ മൈൻഡ് ഔട്ട് ആയിട്ടിരിക്കുന്നു. അതെന്താ? എടി നമ്മുടെ കൂടെ സ്കിറ്റ് കളിച്ചാണ് വിനോദ് തേക്കാട്. ശരി, അവനാണ് നമ്മുടെ ചീഫ് ഗസ്റ്റ് ആയിട്ട് മാർക്കിടാൻ വരുന്നത്. അവന്റെ മുമ്പിൽ സ്കിറ്റ് കളിക്കാൻ എനിക്ക് പറ്റില്ല. ഓ, നമ്മുടെ കൂട്ടത്തിലുള്ള ഒരാള് സെലിബ്രേറ്റ് ചെയ്യാൻ നമുക്ക് അഭിമാനിക്കരുതോ? പിന്നെ സെലിബ്രിറ്റി ഇടി സീസൺ 1 എന്തോരം സ്കിറ്റ് നമ്മൾ കളിച്ച് ആ സ്കിറ്റ് എല്ലാം വട്ടം പൊളിച്ച അവനാണ്. അവന്റെ മുമ്പിൽ സ്കിറ്റ് കളിക്കാൻ ഞാനാ. നിങ്ങൾ ചുമ്മാ നെഗറ്റീവ് പറയാതെ. ഈ എന്തിനാണ് ഇങ്ങനെ ഇവളെന്താണ് ആദ്യമായിട്ട് ഇയാളെ കാണുന്ന പോലെ? ഓക്കെ വിളിക്കാം, ഞാൻ വിളിക്കാം. ഹലോ സുമി, ഷജീറ, എന്താടാ സാറേ ഒരു മിനിറ്റ് ഇങ്ങോട്ട് വന്നേ. ഇപ്പൊ പുള്ളി സെലിബ്രേറ്റ് അപ്പൊ നമ്മളൊരു മാനേജ് ഒക്കെ കീപ്പ് ചെയ്യണം. നീ ഒന്ന് പോയടാ. നീ സെലിബ്രേറ്റ് ചെയ്യണം. നമ്മൾ തമ്മിൽ ബന്ധം അറിയാൻ പറഞ്ഞില്ല ഇവൾക്ക്. അത് കറക്റ്റ് കാര്യമല്ലടാ പറഞ്ഞത്. സാറേ ഞങ്ങളുടെ സ്കിറ്റ് ഉണ്ട് സാറേ. നിങ്ങളുടെ സ്കിറ്റ് ഉണ്ടായിരുന്നു ഇവിടെ. നിങ്ങളായിരിക്കും പേരല്ലേ? ആണോ? എങ്ങനെ മനസ്സിലായി? ഇവിടുത്തെ കഞ്ഞിയുടെ ചെറുപേർ മാറ്റി വൻപേറാക്കിയിട്ട് നിങ്ങളുടെ പേര് ഇതുവരെ മാറിയിട്ടില്ല. കണ്ടന്റ് ഭാര്യഭർത്താവായിരിക്കും. അയ്യോ, എങ്ങനെ മനസ്സിലായി? സ്ഥിരം നിങ്ങൾ അതല്ലേ എടുക്കണത്, നമുക്കറിയാലോ. എടാ ഇതൊന്ന് മാറ്റി പിടിക്കാൻ പറ്റലടാ. ഞാൻ ഇവിടുന്ന് പല തവണ പറഞ്ഞാണ് നമുക്ക് കണ്ടന്റ് മാറ്റാനായിട്ട് നമുക്ക് ഫ്രഷ് ആയിട്ട് ഡോക്ടറും രോഗിയോ പോലീസ് സ്റ്റേഷനിൽ പിടിക്കാന്ന് പറഞ്ഞാണ്. അതല്ല, നീട്ട് വന്നേ ഞാൻ പറയട്ടെ. എടാ നീ ഒരു നല്ലൊരു ആർട്ടിസ്റ്റ് അല്ലേ? നീ ഇവിടെ കളഞ്ഞിട്ട് നീ വേറെ സിനിമയിലേക്ക് കയറാൻ നോക്ക്. ഞാൻ അതല്ല ഉദ്ദേശിച്ചത്. നിനക്ക് ഇഷ്ടം പോലെ അവസരങ്ങളുള്ളതാണ്. നീ ഏതെങ്കിലും ഒരു ഡയറക്ടറെ കണ്ടിട്ട് നീ ഒരു സിനിമയിലേക്ക് കയറാ, എന്നിട്ട് ഇവനെ തട്ടിക്കളാ. അളിയാന്നാ? അല്ല സാറേ, എടാ നീ നല്ല സ്ക്രിപ്റ്റ് റൈറ്റർ അല്ലേ? അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് നീ ഇവിടെ തട്ടിക്കളഞ്ഞിട്ട് നീ കയറി. എടി ഞാൻ പറയണത് നീ പറയണത് നീ എന്താ പറയണെന്നുള്ള കാര്യം നിനക്ക് വല്ലതും മനസ്സിലാണുണ്ടോ? ഇപ്പൊ നമ്മുടെ സ്കിറ്റില് പോലെ ഈ സാധനം വന്നപ്പോ ഇപ്പൊ എന്റെ മൈൻഡോട്ട് മാറി. ഇനി ഓക്കെയാണ് ഞാൻ. ഞാൻ ഒരു കാര്യം പറയട്ടെ, നമ്മൾ നേരത്തെ ഈ ഫ്ലോറിൽ നിൽക്കുമ്പോൾ ഞാൻ നിങ്ങളുടെ ഒപ്പം സ്കിറ്റ് കളിക്കല്ലേ, ആ ഒരു സംഭവം എനിക്ക് കയറി ഇങ്ങോട്ട് വരികയാണ്. നമുക്ക് സ്കിറ്റ് കളിച്ചാലോ? അയ്യോ, ഇപ്പോഴത്തെ ഒരു ഫോർമാറ്റ് അനുസരിച്ച് അങ്ങനെ പറ്റില്ല. പക്ഷെ നമ്മുടെ ആ സ്കിറ്റിന്റെ വോയിസ് ഓവർ പുള്ളിയെ കൊണ്ട് ചെയ്യിക്കായിരുന്നു. അല്ലെങ്കിൽ ഒന്ന് നമ്മുടെ സ്കിറ്റിലെ ഒരു വോയിസ് ഓവർ ഉണ്ട്, അത് കൊടുക്കാൻ പറ്റുമോ? ഞാൻ കൊടുക്കാൻ പറ്റുമോ? നിങ്ങൾക്ക് അതിലെ പിന്നെ ആർക്കാടാ കൊടുക്കാൻ പറ്റും? ഡയലോഗ് എന്താ അറിയാമോ? അത് കള നമ്മൾ സ്ഥിരം കാണാനല്ലടാ. ഞാൻ സിറ്റുവേഷൻ അനുസരിച്ച് അങ്ങോട്ട് ഇടും. അതുപോലെ പാട്ടൊക്കെ ഉണ്ടടാ പഴയ പോലെ. പാട്ടൊക്കെ ഉണ്ട്. ഈ സ്ക്രിപ്റ്റ് എഴുതുന്ന തിരക്കിലായിരുന്നു. പാട്ടൊക്കെ വല്ലപ്പോഴും പാടും, എന്നാലും പാടും. ഒരു 2 പേര് കീച്ചി കിടക്കാം കേട്ടോ. ഞങ്ങൾ ലൊക്കേഷൻ നിന്റെ കാര്യം പറയാറുണ്ട്. പല പള്ളി തിരുപ്പള്ളി പുകളേറും രാക്കുളി നാടാനേ, പല പള്ളി തിരുപ്പള്ളി പുകളേറും രാക്കുളി നാടാനേ, അവോ ദാവാദോ അട്ടൊരു കൂടണുണ്ടോ. ഉൾപ്പന്നി ഉണ്ടാ? ആ AC ഒന്ന് കട്ട് ചെയ്യണേ. എന്താണ്? ആർട്ടിസ്റ്റിന് ഒരു ഉൾപ്പന്നി ഉണ്ട്, നമുക്ക് വിറക്കണുണ്ട്. വിറച്ചതല്ല, ഞാൻ വൈറലായ പാട്ട് പാടിയതാണ്. ആണാ? പക്ഷെ എനിക്കിത് വിറവലായിട്ടാ തോന്നിയത്. അപ്പൊ ഞാൻ പോയിക്കോട്ടെ. അല്ല സാറേ, ഷൂട്ട് ചെയ്യുന്ന സമയത്ത് നമ്മുടെ നാട്ടിലുള്ള ഒരു ചെറിയ സ്ഥാപനത്തിന് ഒരു വിഷു അറിയാൻ പറ്റുമോ? സുമി ഇത് എന്നോടാണ് പറയണത് നോക്കണം. ഞാനത് പറയല. എന്താ പറയണ്ടത്? അതായത് അപർണ സ്റ്റിച്ചിങ് ആൻഡ് എംബ്രോയിഡറി വർക്ക് ടീമിന് ഒരു ആശംസ. എങ്ങനെ? അപർണ സ്റ്റിച്ചിങ് ആൻഡ് എംബ്രോയിഡറി, അത് ഇപ്പൊ തുടങ്ങിയതാ. ഇപ്പൊ തുടങ്ങിയതാ? എന്താ? പല്ലുവേദന. എന്താന്നറിയില്ല. ഒരു കാര്യം ഞാൻ ഷൂട്ട് കഴിഞ്ഞിട്ട് പറഞ്ഞാ പോരെ? അപ്പൊ അടിച്ചു പൊളിക്കണം കേട്ടോ. നമ്മുടെ ടീം നമ്മളെ ബലം അറിയാലോ. ഓക്കെ, ഞാൻ അങ്ങോട്ട് ഇരുന്നോട്ടെ. ഓക്കെ ഷജീറേ, സുമി, തുടങ്ങിയാലോ? തുടങ്ങും. ഓഡിയോ ചെക്ക് ചെയ്യണേ. ഹലോ 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 ഹലോ. ഷജീർ, എത്ര നാളായി തുടങ്ങിയിട്ട്? ഡയലോഗ് പറ. എനിക്ക് സൗകര്യമില്ല, താനാരാ പറയാനായിട്ട്? എന്നോട് ചൂടാണ്, സൗകര്യമായിട്ട് പറഞ്ഞാൽ മതി. ഞാൻ ചൂടായ സ്കിറ്റിലെ ഡയലോഗ് പറഞ്ഞു. ഡയലോഗ് പറഞ്ഞാണോ? ഷജീറിന്റെ ഓക്കെയാണ്. സുമി, അപ്പോൾ ഈ മാല സ്വർണ്ണമായിരുന്നില്ലേ? മുക്കുമണ്ടമായിരുന്നു. നിങ്ങളെ നിന്നെ ഞാൻ എന്താ ചെയ്യേണ്ടത്? എന്താ? സ്കിറ്റിലെ ക്ലൈമാക്സ് ആണ് ഓടി ഇരിക്കുമ്പോ പറഞ്ഞത്. ക്ലൈമാക്സ് അല്ലേ പറഞ്ഞോളൂ, ബാക്കിയൊന്നും പറഞ്ഞില്ലല്ലോ. ബാക്കി പറയാൻ നമ്മുടെ സ്കിറ്റിൽ എന്താ ഉള്ളത്? ഒന്നുമില്ല. നീ എന്താ വെച്ചാൽ ഞാൻ ഇവിടെ എങ്ങനെ ഉണ്ടാവും? തുടങ്ങാം. റെഡി അല്ലേ? സാറേ സ്കിറ്റ് തുടങ്ങാൻ പോയണോ? അതെ. സാറേ ഈ ക്യാമറ എന്റെ നേരെയാണല്ലോ. അല്ലല്ല, വിനോന്റെ നേരെ അല്ല. അല്ല, ക്യാമറ എനിക്ക് ഒരു മുട്ട പപ്സ് കഴിക്കേണ്ട ഒരു കാര്യമുണ്ട്. സ്കിറ്റ് തുടങ്ങട്ടെ, അതിനുശേഷം പപ്സൊക്കെ തരാം. മുട്ട പപ്സ്. അതല്ല സാറേ, ഞാൻ ഈ പപ്സ് കഴിക്കാൻ നേരത്തെ എന്റെ കിറിയിൽ ഇങ്ങനെ ഇരിക്കും, അങ്ങോട്ടും ഇങ്ങോട്ടും മൗത്ത് ഓർഗൺ ഇരിക്കണ പോലെ ഇരിക്കും. അപ്പൊ അത് ക്യാമറയിൽ വരല്ലോ എന്ന് ഓർത്തിട്ടാണ്. വിനോട്ട് ഒന്ന് നേരെ ഇരിക്കും. ഒരു ടിഷ്യൂ കൊണ്ട് തരാൻ ആരെങ്കിലും കേട്ടോ? തുടക്കണ്ട ഇടക്കിടക്ക്. എന്ത് ചെയ്യാനാന്ന് ഓക്കെ. മ്യൂസിക് സാർ, മ്യൂസിക്. ഓക്കെയാണോ നീ? താലിയുമായി വരൂ നീ തിങ്കളേ ഇതിലേ. പാട്ട് വേണ്ട. എന്റെ സ്വർണ്ണമാല, എന്റെ കഴുത്തിൽ കിടക്കുന്ന ഈ താലിമാല ചോദിക്കാൻ അദ്ദേഹത്തിന് എങ്ങനെ മനസ്സ് വന്നു? ഭർത്താവാണ് പോലും ഭർത്താവ്. എവിടെയാ രമേശ് ചേട്ടാ?
രമേശ് ചേട്ടാ മുട്ട എനിക്ക് തരുവാടാ. ആകെ ഇതേ ഉള്ളു നമ്മൾ റൂമിലാകുമ്പോ എത്ര തവണ മുട്ട എനിക്ക് തന്നേക്കണം നീ? രമേശ് ചേട്ടാ ഒട്ട പപ്സെന്ന് പറഞ്ഞ എനിക്ക് വേണ്ടതാ. താടാ എനിക്ക് താടാ. രമേശ് ചേട്ടാ നിന്നെ വിളിക്കണ്ട, അങ്ങോട്ട് ചെല്ലി അങ്ങോട്ട് രമേശ് ചേട്ടാ ബ്ലിന്തോ, ഇങ്ങോട്ടൊന്ന് വരുമോ? നീ എന്തിനാടി എന്നെ വിളിച്ചത്? നിങ്ങൾ എന്താണ് ചോദിച്ചത്? മുട്ട പുഴുങ്ങിയത്. എന്താണ്? വിനോദായിക്കോട്ടെ മുട്ട തിന്നണ്ട്. മുത്ത് മാല തരില്ലെന്നായപ്പോൾ നിങ്ങൾ എന്നോട് മുത്ത് ചോദിച്ചില്ലേ? തരില്ല. കാരണം ഇത് എന്റെ അച്ഛൻ കഷ്ടപ്പെട്ട് അടുപ്പിച്ചാടി ഉണ്ടാക്കിയതാ. അതൊന്നുകൂടി പറയേണ്ടി വരും. അതെന്താ? ഉറങ്ങാണ് പുള്ളി. ഒരു മിനിറ്റ്, നീ എന്താടി പറഞ്ഞത്? എന്റെ അച്ഛൻ അടുപ്പിച്ചാടി ഉണ്ടാക്കിയതാണ് ഈ മാല. ഞാൻ നിങ്ങൾക്ക് തരില്ല. അപ്പൊ മൊത്തം പൊള്ളി കാണുമല്ലോ. അതെന്താണ് അങ്ങനെ പറഞ്ഞത്? നീ പറഞ്ഞില്ല അടുപ്പിൽ ചാടി ഉണ്ടാക്കിയതാണെന്ന്. സർക്കസിലായിരുന്നു എന്റെ അച്ഛൻ. ഊഞ്ഞാലിൽ അടുപ്പിച്ചാടി ഉണ്ടാക്കിയതെന്നാണ് പറഞ്ഞത്. ബാക്കി പറ. പുള്ളി നല്ല മൂടില്ല, പറഞ്ഞോ. ബാക്കി നീ പറ. ഭാര്യ ഇന്ന് മുതൽ ഞാൻ നിങ്ങളുടെ ഭാര്യയുമല്ല, നിങ്ങൾ എന്റെ ഭർത്താവുമല്ല. എന്റെ മൂത്ത ചേച്ചിയുടെ മുഖത്ത് നോക്കി നീ എന്ത് വർത്തമാനം അടി പറഞ്ഞത്? ചേച്ചി അടയാണാ കൊണ്ടുപോണത്. അടേ ഒരു ചായ ഇങ്ങോട്ട് കൊണ്ടുവന്നു. കാര്യം എന്ന് പറഞ്ഞാൽ അവിടെ കൊണ്ടുവന്ന ക്യാമറമാർ എല്ലാവരും മേടിച്ചെടുക്കും. പ്ലീസ് കൊണ്ടുവന്നില്ല. ഇതെന്താ ഇങ്ങനെയൊക്കെ പറഞ്ഞത്? പപ്സ് 2 എണ്ണ സുഹൃത്തെ. എന്റെ മൈൻഡ് അയ്യോ ആ കൊണ്ടുവന്നില്ല ചേച്ചി. അതായത് നമുക്ക് ബന്ധം വേർപിരിയാം. നിങ്ങൾ ഫോൺ എടുത്ത് വക്കീലിനെ വിളിക്കൂ. എല്ലാം നീ ഓർമ്മപ്പെടുത്തുന്നത് തന്നെ. ഫോൺ എടുത്ത് ഞാൻ വക്കീലിനെ വിളിക്കാൻ വേണ്ടി പോവുകയാണ്. പൊളിഞ്ഞ് എന്താ കട്ട് പറ. ഫോൺ എടുത്തിട്ടില്ല സാറേ. ഈ ഷെജീറേട്ടന്റെ ഭാഗത്തുനിന്ന് ഒരു മിസ്റ്റേക്ക് ആയ ഒന്ന് കട്ട്. എന്താ? നമ്മുടെ ടീമാണ് കളിക്കണത്. ഫോൺ എന്റെ വെച്ച് നീ വീക്കി കൊടു. നിന്റെ ആങ്ങളെ തക്ക സമയത്ത് ഒന്നുകൊണ്ട് എനിക്ക് ഫോൺ കിട്ടി. ഇനി ഞാൻ വക്കീലിനെ വിളിച്ച് ഡിവോഴ്സ് ആവശ്യപ്പെടാൻ പോവുകയാണ്. ഒരു വക്കീൽ മുത്തു വിളിക്കുന്നു. എന്റെ ദൈവമേ, എന്റെ മുത്തേ, എനിക്കൊരു ചുരിദാറിട്ട ഫോട്ടോയും ഒരു സാരി എടുത്ത ഫോട്ടോയും അയച്ചു തരണേ. നാളെ നമുക്ക് ലൊക്കേഷനിൽ വെച്ച് കാണാം. ഇവിടെ പിള്ളേർ സ്കിറ്റ് കളിച്ചിട്ടിരിക്കും. എന്റെ ഫോൺ ഒന്ന് കൊടുക്കേണ്ട അവസ്ഥ വന്നു പോയി എനിക്ക്. ഓക്കെ കളിച്ച് പെട്ടെന്ന് കളിച്ചിട്ട് എനിക്ക് ഫോൺ വേണോന്ന്. ഫോൺ വീണ്ടും കയ്യിൽ വന്നു. എപ്പോഴേ ഈ ഫോൺ നിങ്ങളുടെ കൈ കിട്ടിയോ അപ്പോഴേ നമ്മുടെ സ്കിറ്റ് പൊളിഞ്ഞു. അല്ല, നമ്മുടെ ജീവിതം പൊളിഞ്ഞല്ലോ. അങ്ങനെ ജീവിതം പൊളിച്ച ഫോണാണെങ്കിൽ ഈ ഫോൺ നമുക്ക് വേണ്ട. പുള്ളിക്ക് ഫ്രീ കിട്ടിയ ഫോണാന്ന് തോന്നുന്നു. ഒരു ഫീലിങ്സ് ഇല്ലാതെ കൈ ഇടിക്കും. ഞാൻ കൈയിട്ട് കളിച്ചേർന്നത്. അയ്യോ, ഞാൻ കൈയിട്ട് കളിച്ചപ്പോഴേ ക്യാമറയും അതൊക്കെ മാത്രമേ പൊട്ടിയിട്ടുള്ളൂ, വേറെ ഒന്നും പൊട്ടിയിട്ടില്ല. ക്യാമറ പോയി, അത്രേ ഉള്ളൂ. ചെതറിച്ച് കളഞ്ഞല്ലടാ. ആ സാരി കൊടുത്ത ഫോട്ടോയും ചുരിദാർ ഇട്ടത് ഞാൻ എങ്ങനെ കാണുകൂടാ? വല്ല കാര്യം ഉണ്ടായിരുന്നു. ഞാൻ ഇനി എങ്ങനെ ഡൂഡോ കളിക്കുന്നു? ഒരു ജീപ്പ് ഓടിച്ച് മലപ്പുറത്ത് കയറ്റി വെച്ചിരിക്കുകയായിരുന്നു. ഒരു ബൈക്ക് ഓടിച്ച് ഞാൻ കുന്നുംപുറത്ത് കയറ്റി വെച്ചിരിക്കുകയായിരുന്നു. നീ എങ്ങനെ കളിക്കൂടാ? ഞാൻ കുട്ടിച്ചളഞ്ഞില്ലേ? വലിഞ്ഞു പോണ്ട്. പിന്നെ എന്നെ വലിപ്പിച്ചത് പറഞ്ഞിട്ട് നീ വലിഞ്ഞു പോണ്ടതാ. കിറ്റ് വലിഞ്ഞു പോണ്ട്. മറ്റേ വോയിസ് ഓവർ പറ. വോയിസ് ഓവർ എന്റെ വായിരിക്കുന്ന ഇതിപ്പോ നീ ഇപ്പൊ ഓവറായിട്ട് ഇന്നലെ ഒരാളുടെ തരുമെന്ന് പറഞ്ഞു കേട്ടാ. വോയിസ് ഓവർ പറയേണ്ട ഒരു കാര്യം നിങ്ങൾക്കൊന്നും പറയാനില്ലേ? കട്ട് പറഞ്ഞാലോ? വീണ്ടും നീ എന്നെ പലതും ഓർമ്മിപ്പിക്കുന്നു. നിന്റെ ഈ കഴുത്തിൽ കിടക്കുന്ന ഈ മാലയുണ്ടല്ലോ, അത് സ്വർണ്ണമല്ല, മുക്കുപണ്ടമാണ്. മുക്കുപണ്ടം. ഏതൊക്കെ നോക്കണത്? എന്താണ് നിങ്ങൾ പറഞ്ഞത്? ഈ മാല സ്വർണ്ണമല്ല, മുക്കുപണ്ടമാണോ? നിങ്ങളെ ഞാൻ അയ്യോ കഴിഞ്ഞ ഞാൻ റിഹേഴ്സൽ സമയത്ത് എന്റെ അടുത്ത് പറഞ്ഞാർന്ന ഇത് പറയുമ്പോ ഞാൻ ചിരിക്കുന്നു പറഞ്ഞാർന്ന. എന്റെ പൊന്നു ഷെജീറേട്ട, കയ്യിന്ന് പോവെന്ന് പറഞ്ഞ പല അവസരത്തില് ഞാൻ പിടിച്ചു. ഇപ്പൊ ഞാൻ കാണിച്ച കയ്യിലിട്ട് സുമി ഗംഭീരായിട്ടുണ്ട്. സാറേ, ഞാനേ ഞങ്ങൾ ഒരുമിച്ച് സ്കിറ്റ് കളിച്ച ടീമാണ്. അപ്പൊ ഇവിടെ ഇരുന്ന് പറഞ്ഞാൽ ശരിയല്ല. ഞാൻ നിങ്ങളുടെ സെന്ററിലേക്കൊന്നും ഒന്ന് പറഞ്ഞല്ലേ? അപ്പോരെ സുമി ഒരു രക്ഷയില്ല കേട്ടാ സുമി. കോസ്റ്റ്യൂം അടിപൊളി, സൂപ്പറായിട്ടുണ്ട്. ഗംഭീരം. ഷെജീറേ ഗംഭീരം. നീ അല്ല കാല് പിടിക്കല്ലേ? കാല് ചൊറിഞ്ഞാണ്. എന്തായാലും ഗംഭീരമായിട്ടുണ്ട്. നല്ല കോസ്റ്റ്യൂം. ഈ ഷെജീറിനെ കണ്ട ഞാനാന്ന് പറയല. എന്താണ്? അല്ല നിന്നെ കണ്ടു കഴിഞ്ഞാൽ നീയാണെന്ന് പറയലെന്ന് പറയുന്നത്. എന്തായാലും നല്ല സംഭവമാണ്. നല്ല LED വാളും സെറ്റും ഒക്കെ ഓക്കെയാണ്. ഇതിലൊന്നുമില്ല, ഈ സ്ക്രിപ്റ്റിലൊന്നും ഇല്ലല്ലേ? ഇത് ഒരു സാധനം ഇല്ല. ഇത് ആരാ എഴുതിയത്? ആരാ? നിങ്ങൾ ആ സ്കിറ്റിങ്ങോട്ട് തുടങ്ങിയിട്ട് വന്നില്ലേ? അപ്പൊ അതിന്റെ ഫ്രണ്ട് ഒരു സൂപ്പർ സാധനം അല്ല, അത് ഉണ്ടാക്കണവരുന്ന അവിടെ. ഞാനിപ്പോ ഒന്നും പറയില്ല സാറേ. ഇപ്പൊ എനിക്ക് ജഡ്ജ് ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയിൽ നിൽക്കുകയാണ് ഞാനിവിടെ. നമ്മുടെ ടീമായി പോയി പിള്ളേര് വിട്ടുകളാ. എന്താണ് നിന്റെ അഭിപ്രായം? നല്ല സ്കിറ്റായിരുന്നു, നല്ല ത്രെഡായിരുന്നു. 1 ലക്ഷം രൂപ കിട്ടേണ്ട സ്കിറ്റായിരുന്നു. അത് പെർഫോമൻസ് ചെയ്ത് കൊളവാക്കി കളഞ്ഞു. സാറേ, ഈ പെർഫോമൻസ് ചെയ്ത് കൊളവാക്കിയത് ഷെജീറാണോ സുമിയാണോ? വിനോദാണോ?
വിനോദ് എന്തിനാ സ്കിറ്റിന്റെ ഇടയിൽ കയറിയത്? വിനോദ് ഇവിടെ സെലിബ്രേറ്റ് ആയിട്ട് നമ്മൾ വിളിച്ചതല്ലേ? ഒന്ന് മാറിക്കണം. എന്താണ്? ഞാൻ എന്റെ അടുത്ത് പറഞ്ഞാണ് ഇയാളെ വെച്ച് സ്കിറ്റ് കളിക്കണ്ട, ഞാൻ പറഞ്ഞാണ്. നിന്റെ ഒറ്റൊരാളുടെ വാശിയായിരുന്നല്ലോ. ഞാൻ വിചാരിച്ച സെലിബ്രിറ്റി ആയപ്പോ ടൈമിംഗ് ഒക്കെ കിട്ടിക്കാണെന്ന് ഞാൻ വിചാരിച്ചു, അതുകൊണ്ടാ. എന്നെ കളിക്കാമെന്ന് പറഞ്ഞു. ഒരു സ്കിറ്റ് കൊണ്ടേ കൊള്ളാക്കി നീ ഇവിടെ വർത്താനം പറഞ്ഞിരിക്കണം. സാറേ ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ സാറേ, ഇതിപ്പോ ഈ സ്കിറ്റിന് 1 ലക്ഷം രൂപ കിട്ടുന്ന സ്കിറ്റ് എന്നല്ല പറഞ്ഞത്? അതെ. അങ്ങനെയാണെങ്കിൽ അത് വിനോദ് ഐക്കാട്ട് ചേരുന്ന പേയ്മെന്റ് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും നമുക്ക്? എനിക്ക് പേയ്മെന്റ് ഇല്ല. വിളിച്ചിട്ട് വന്നാന്നല്ലേ പറഞ്ഞു? അല്ല, ഞാൻ അങ്ങോട്ട് വിളിച്ചിട്ട് വന്നാ പറഞ്ഞു. പുള്ളി 9 പപ്സിനും 15 ചായക്കും വേണ്ടി വന്നേക്കണം. ഉള്ള പേയ്മെന്റ് ഉണ്ടെന്ന് ആരാ പറഞ്ഞേ? അവനെ പിടിച്ചോ. അയ്യോ, അവൻ പറഞ്ഞു കഴിഞ്ഞാൽ ചെയ്യും. ഒരു കാര്യം ചെയ്യാം, ഞാൻ നിങ്ങളുടെ പൈസ തന്ന പ്രശ്നം തീരുവാ. പൈസ തന്ന പ്രശ്നം തീരുവല്ല. നീ ഒറ്റൊരുത്തന്നെ വിഷയം ഉണ്ടാക്കിയത്. എന്റെ ഫോൺ എറിഞ്ഞു കൊടുത്തിട്ടുണ്ട്. അല്ല, ഇപ്പൊ തന്നെ ഗൂഗിൾ പേ തന്നെ പൈസ തരും ഞങ്ങൾക്ക്. പൈസ നിങ്ങളുടെ അക്കൗണ്ട് വൈകുന്നേരത്തുള്ളിൽ തന്നാ പോരെ? മതി സാറേ. പ്രശ്നം പരിഹരിച്ചു. ഞാൻ ഇവരുടെ പേയ്മെന്റ് അങ്ങോട്ട് കൊടുത്തേക്കാം കേട്ടോ സാറേ. ഓക്കെ അല്ലേ? ഓക്കെ സമാധാനമല്ലേ? സമാധാനം. ഓക്കെ സാറേ, അപ്പൊ അടുത്ത ടീം ഓക്കെ ആണെങ്കിൽ കയറ്റി വിട്ടോട്ടാ. ചേഞ്ച് ഉണ്ട്. എനിക്ക് കോസ്റ്റ്യൂം ചേഞ്ച് ഉണ്ടല്ലോ സാറേ. ആ സെലിബ്രേറ്റ് ചെയ്തിരിക്കണ ചെയറൊക്കെ അവിടെ ചേഞ്ച് ചെയ്തോട്ടോ. നല്ല മാറ്റിക്കോ. എന്താ സാറേ? അതെ, വിനോദ് ഈ ഷോയിൽ വേണ്ട. വിനോദ് മാറിക്കോ സാറേ. അങ്ങനെയാണെങ്കിൽ ഞാൻ ഇവരോട് സ്കിറ്റ് കളിച്ചോട്ടെ സാറേ. ഞാൻ ഈ ഫ്ലോറിലേക്ക് വന്നു വരുന്നത് ഞാൻ പറഞ്ഞേക്കാം. അത് ആവശ്യമില്ല. നമുക്ക് പുറത്തോട്ട് സംസാരിക്കാം. അല്ല, അങ്ങനെ നടക്ക് നമുക്ക് പുറത്തോട്ട് സംസാരിക്കാം. വാ. ഒരു കാര്യം ചെയ്യാം. എന്താ? മറ്റേ പറഞ്ഞില്ല നമുക്ക്. ഏതായാലും പോയില്ലേ നമുക്ക്. മറ്റേത് അങ്ങോട്ട് പറഞ്ഞേക്കാം. ഇത് ഐറ്റം വേറെ. ഇത് ഐറ്റം വേറെ. സീസൺ 3 വരെ എത്തി. സീസൺ 3 നല്ലതായിരുന്നു. നമുക്ക് ജാഫ്രിക്കയും തുടങ്ങാം. ജാഫ്രിക്ക, സിനിമയ്ക്കുള്ള സിനിമ പോലെ നമ്മുടെ ഈ പ്രോഗ്രാമിനുള്ളിലെ ഒരു പ്രോഗ്രാം. അതിനകത്ത് നല്ല രസമായിരുന്നു. നല്ല ടൈമിങ്ങിൽ കളിച്ചു. പിന്നെ ചില കാര്യങ്ങൾ എടുത്തു പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇയാൾ ഈ സുമി ആക്ട് ചെയ്തതിനകത്ത് തന്നെ ഈ നമ്മൾ ഈ സിനിമയിലൊക്കെ നാടകം സ്റ്റേജിൽ കാണുമ്പം നമ്മൾ സിനിമയെ വിട്ടിട്ട് നാടകം പോലെ ഒക്കെയല്ലേ അവതരിപ്പിക്കണേ. അവർ ഇതിനകത്ത് അങ്ങനെ ഒരു പാറ്റേൺ വെച്ചതിനകത്ത് ചില സാധനങ്ങളൊക്കെ കാണിച്ച സാധനങ്ങളൊക്കെ അല്ലേ അത് പറഞ്ഞില്ലേ? അതെ. അങ്ങനെ കുറേ സാധനങ്ങളൊക്കെ എടുത്തു കഴിഞ്ഞാൽ കാണാൻ നല്ല രസമായിരുന്നു. പിന്നെ പൊതുവേ നോക്കിക്കഴിഞ്ഞാൽ മൊത്തത്തിലൊരു ചിരി ഇങ്ങനെ കിടക്കുന്ന ഒരു സംഭവമായിരുന്നു. കുഴപ്പമില്ല, മനോഹരമായിട്ടുണ്ട്, അടിപൊളി. ഓക്കെ, താങ്ക് യു ജാഫ്രിക്ക. ഷാജൻ ചേട്ടാ. വിനോദ്, ഷജീർ, സുമി, വളരെ ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു തോട്ടായിരുന്നു. അതിന് തന്നെ നല്ലൊരു കൈയ്യടി നിങ്ങൾക്ക് വേണം. കാരണം ഇതുപോലൊരു പുതുമയുള്ളൊരു വിഷയം തിരഞ്ഞെടുക്കുക എന്ന് പറയുന്നതിന് നിങ്ങൾ അതിനകത്തിരുന്നിട്ട് എന്തൊക്കെ ഡിഫറെൻ്റ് ആയിട്ട് ചെയ്യാം എന്നുള്ള കാര്യം ചിന്തിക്കുന്നുണ്ട് എന്നുള്ളതാണ്. അത് തന്നെ വലിയൊരു കാര്യമാണ്. പിന്നെ എനിക്കിതിൽ തോന്നിയത് ചില കാര്യങ്ങൾ നമ്മൾ ഭയങ്കര ലൈഫാവാൻ പോയാലും ചിലപ്പം മനസ്സിലാവില്ല റിയൽ ഏതാണ്. അങ്ങനൊരു കൺഫ്യൂഷൻ ഇന്ന് പലപ്പോഴും ഉണ്ട്. റിയൽ ഏതാണ് നിങ്ങൾ പറയുന്നത്, സ്കിറ്റിനുള്ളിലുള്ള ഏതാണ് എന്നൊക്കെ പലപ്പോഴും നമുക്കൊരു ഡൗട്ട് അടിച്ചായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ചിരി അളവ് കുറവായിരുന്നു. സാധാരണ നിങ്ങൾ വരുമ്പം ഗംഭീരമായിട്ട് നമ്മൾ അലജുവാ കാലിനെ കുത്തി എന്ന് നമ്മൾ ഇവിടുന്ന് അതെ ചിരിച്ചു മറിയാറുണ്ട്. അപ്പോൾ ഇതുപോലുള്ളൊരു സബ്ജക്റ്റ് എടുത്തുകൊണ്ട് ആണെന്ന് തോന്നുന്നു. അങ്ങനെയുള്ളൊരു വലിയ ചിരിക്കുള്ള വക ഇന്ന് കിട്ടിയില്ല. പക്ഷേ ഞാൻ പേഴ്സണലി വളരെയധികം ഹാപ്പിയാണ്. കാരണം നിങ്ങൾ ഇതുപോലൊരു പുതിയൊരു കോണ്ടന്റ് എടുത്തുകൊണ്ടാണല്ലോ നിങ്ങൾ വന്നത്. നിങ്ങൾക്ക് 3 പേർക്കും അതിൽ അഭിമാനിക്കാം. ഓൾ ദി വെരി ബെസ്റ്റ്. അല്ല, ഇത് ഐറ്റം വേറെയിലെ ഐറ്റം വേറെ. നിങ്ങളെ തപ്പിയെടുത്ത കണ്ടന്റ് നല്ലതാണ്, നല്ല രസമുള്ളതാണ്. നമുക്കിത് ഒരു പരിധി വരെ നമുക്ക് മനസ്സിലാകും. നമ്മുടെ പ്രേക്ഷകരിത് ഏത് രീതിയിൽ എടുക്കും എന്നുള്ളൊരു ചോദ്യം വരും. കാര്യം എനിക്കത് തോന്നി. നമുക്കത് മനസ്സിലാകും, നിങ്ങൾ ആ പറഞ്ഞതിൻ്റെ കാര്യങ്ങൾ, ഇവിടെ നടക്കുന്ന സംഭവങ്ങളൊക്കെയാണ്. പക്ഷെ അത് പ്രേക്ഷകർ എങ്ങനെ എടുക്കും എന്നുള്ളതാണ്. ഓക്കെ, താങ്ക് യു നസീർക്ക. ഇന്ന് മാർക്സ് ഇടുന്നതിന് മുമ്പ് ഷജീറിന്റെ ബർത്ത്ഡേ ഇന്നാണല്ലേ? അപ്പൊ അതിന്റെ കൂടെ ചേർത്ത് ഈ തോട്ടിനും ഒരു നല്ല മാർക്ക് കൊടുക്കണം. അപ്പൊ ആദ്യം മാർക്സ് തരുന്ന ആരാ? ഞാൻ കൊടുക്കാം. നസീർക്ക, ഞാൻ അതിനു വേണ്ടി തന്നെ കൊടുക്കുന്നു. ഈ സബ്ജക്റ്റിന് വേണ്ടി കൊടുക്കുന്നു ഒരു 7 മാർക്ക്. 7000 രൂപ. ഓക്കെ, ഷാജി ചേട്ടാ. ഞാനും അത് തന്നെയാണ് ഉദ്ദേശിച്ചത്. പക്ഷേ ഷജീറിന്റെ ബർത്ത്ഡേ ആയതുകൊണ്ട് എന്നാലും കേക്കൊക്കെ മേടിക്കണമല്ലോ. അതൊരു കൂട്ടിയിട്ട് ഞാനൊരു 9 മാർക്ക് തന്നിരിക്കുന്നു. 9000. ഒപ്പം ഇതുവരെ ടോട്ടൽ 16 കിട്ടിയിട്ടുണ്ട്. 16000 രൂപ. ബർത്ത്ഡേ ഉണ്ടെന്ന് പറഞ്ഞു. ബർത്ത്ഡേ വിളിച്ചു നോക്കിയാ. ബർത്ത്ഡേ കൊണ്ടുണ്ട്. ഇങ്ങനെ കിട്ടിയുള്ളൂ. ശരി, അപ്രൂവൽ കിട്ടിയോ? അല്ല, കേക്കിന്റെ കൂടെ കൂട്ടി അവിടെ വരും. 40,000 രൂപ. 20,000 രൂപയുടെ കേക്കോ? അതെന്നാ കേക്കായിരുന്നു? ആദ്യം പറയണ കേക്ക്. 20,000 രൂപയുടെ കേക്ക് മേടിക്കാൻ ചെറുക്കിന് കൊടുത്തേക്കുവാ ഷജീറിന്. നാളെ വിനോദന്റെ ബർത്ത്ഡേ. നേരത്തെ പറയണമായിരുന്നു. കഴിഞ്ഞു പരിപാടി. കഴിഞ്ഞു. അടുത്ത കൊല്ലം 40 ആവൂല അതിന്റെ കൊടുക്കാം. ഓക്കെ, അപ്പോ ഇനി അടുത്ത പ്രാവശ്യം സീസൺ 1 തിരിച്ചു കാണാം.
അടുത്ത വരാൻ പോകുന്നത് നമുക്കിവിടെ എല്ലാം ഉഗ്രൻ ടീമാണല്ലോ. അതെ. എന്നാ പിന്നെ ഞാൻ ഇവിടെ വിളിക്കട്ടെ. ലെറ്റ്സ് വെൽക്കം ചിത്തൻ ചേട്ടൻ, പ്രദീപ് ചേട്ടൻ ആൻഡ് ഐശ്വര്യ. വേറെ പണി എപ്പ തീരും? പിടിവിട്ട് കഴിഞ്ഞാൽ പണി ഇപ്പൊ തീരും. മാറി നിൽക്ക്. ഒരു കൈ സഹായത്തിന് പോലും ആളില്ല അവിടെ. നിങ്ങൾ 10 പോലെ നിൽക്കാതെ 2 വട്ടം മണ്ണങ്ങ് എടുത്തിട്ടേ. അയ്യേ, എന്നെ കൊണ്ടൊന്നും പറ്റത്തില്ല. തന്നെത്താനെ അങ്ങ് എടുത്തേച്ചാ മതി. നിന്നെ കാണാനാണ് ഇവിടെ കൊണ്ടുവന്നേക്കുന്നത്. എന്നാ പിന്നെ ഭർത്താവിന്റെ അടുത്ത് പറ. ആ ബെസ്റ്റ്. അങ്ങേരെ രാവിലെ ഒരു കോഴി മുട്ടയിട്ട് കൂവി എന്ന് പറഞ്ഞിട്ട് കോഴിനെ എന്നെ പരക്ക തെറി പറഞ്ഞിട്ടേ വെള്ളം അടിച്ച് കിടക്കുക. മനസ്സിലായോ? എന്റെ കണ്ണൊക്കെ മിഴിഞ്ഞു വന്നാണ്ട് മുട്ട മൊത്തം നീയായിട്ടേക്കണെന്ന് പറഞ്ഞല്ലോ. ഇനിയിപ്പോ ഞാൻ മുട്ട ഇട്ടിട്ട് വേണം അങ്ങേര് കൈന്റെ മണ്ടയ്ക്ക് കയറി അടയിരിക്കാൻ. വിടുവായത്രം പറയാതെ കിണറിന്റെ പണി തീർക്കടാ. അമ്മണിയുണ്ടോ? അമ്മിണിയില്ല. അമ്മിണിയൊക്കെ വീട്ടിൽ പോയി. എന്റെ സൂണ ഈ പണി തീരുവാ ഇപ്പൊ. പണി തീരുമോ എന്ന് എല്ലാരും വന്ന് ഇങ്ങോട്ട് ചോദിച്ചാൽ ഞാൻ ഒറ്റയ്ക്കുള്ളൂ ഇവിടെ. എന്തായാലും മെമ്പർ വന്നല്ലോ. 2 വട്ടം മണ്ണങ്ങ് എടുത്തിട്ടേ. 2 വട്ടം മണ്ണ് ഞാനിടാനാ? അതുകൊള്ളു. അപ്പൊ എന്റെ പണിയൊക്കെ ആര് ചെയ്യും? നീ ചെയ്യോ? വന്ന് ഓഫീസിൽ പോണം, കേറി താമസം, പാല് കാച്ച്, 28 കെട്ട്, ഇതിനെല്ലാം ഞാൻ തന്നെ പോണം. ഇത് കൂടാതെ മുഖ്യമന്ത്രിയും വരുന്നുണ്ട്. അയ്യോ, 10-15 വർഷമായിട്ട് ഈ നാട്ടുകാർ നിങ്ങളുടെ പിന്നാലെ കിടക്കുക പരാതിയും കൊണ്ട്. ഈ കുടിവെള്ളത്തിന്റെ കേസിന് എന്തെങ്കിലും ഒരു തീർപ്പ് നിങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ടോ? എടാ, ഒരു പഞ്ചായത്തിൽ 2 ബാർ നീ എവിടെങ്കിലും കേട്ടിട്ടുണ്ടോ? ഇല്ല. അത് ഈ പഞ്ചായത്തിൽ ഞാൻ കൊണ്ടുവന്നില്ലേ? അയ്യോ, അതുകൊണ്ട് നീ നിന്റെ പണിയെ, ഞാൻ എന്റെ പണിയെ, ഞാൻ അങ്ങ് പോവാ. ഞാൻ ഇനിയിപ്പൊ എന്നെ പണിയേകാൻ. നാടൻപാട്ടും ദൃശ്യാവിഷ്കാരം കഴിഞ്ഞെങ്കിൽ ഇതിനൊരു തീരുമാനം ഉണ്ടാക്കാവാ. ഇതിന് തീരുമാനം നീ തന്നെ ഉണ്ടാക്കണം. നീ തന്നെയാണ് പണി ഏറ്റിരിക്കുന്നത്. അപ്പൊ സഹായിക്കാൻ ആളില്ല. നീ എവിടെ പോകുന്നു? ഓടെ പോക്കണ്ട് അറിയാൻ പാടില്ല, പിണങ്ങി പോണത്. പണിക്ക് സഹായത്തിന് ആളില്ലാന്ന് പറഞ്ഞ അമ്മണിയുടെ അടുത്ത് പറഞ്ഞാൽ അവക്ക് പറ്റില്ല. ഭർത്താവ് വെള്ളമടിച്ചെടുക്കണു, മെമ്പർക്ക് പറ്റില്ല. ഇത് എനിക്ക് സഹായത്തിനല്ല, ഈ പാവപ്പെട്ട അമ്മണീനെ സഹായിക്കാൻ ഒരു മനുഷ്യനുണ്ടോ അവിടെ? ഇവിടെ അമ്മണിയെ സഹായിക്കാൻ ആളില്ലെന്ന് ആരാ ഇവിടെ പറഞ്ഞത്? അമ്മണിയെ സഹായിക്കാനേ ഉള്ള ആള് അല്ലേ ഇവിടെ പണിക്ക് വരത്തില്ലെന്ന് ആരാ പറഞ്ഞത്? അപ്പൊ നിങ്ങൾക്ക് മീറ്റിങ്ങിന് വേണം തുണിയില്ലാണ്ടാണ് പറഞ്ഞത്, ഷർട്ട് കഴിക്കണത്. മീറ്റിംഗ് പിന്നെയാണെങ്കിലും നമുക്ക് കൂടാല്ലോ. നമുക്ക് വെള്ള ഷർട്ടാലും മുണ്ടാലും ചെളിയാവും. അതന്നല്ലേ അമ്മണി ഇരിക്കുന്നത്. അവള് സർപ്പിട്ട് കഴുകി തരുമെന്ന്. ഇത് ആവശ്യമില്ലാത്ത പ്രശ്നം കണ്ടത്. അവിടെ നോക്കിയാ മതി. അവിടെ ഒന്നും തോന്നല്ലേ, മെമ്പർ ഭയങ്കര ഉപകാരിയാണ്. ഉപകാരിയാണെന്നൊന്നും എനിക്കറിയാൻ പാടില്ല, പക്ഷെ പുള്ളി ഭയങ്കര സെലക്റ്റീവാ. മമ്മൂട്ടി നേരത്തെ എടുത്തുകൊണ്ടിരുന്നതാണ്, ഇപ്പൊ എടുത്താ ശരിയാവെന്ന് അറിയാൻ പാടില്ല. മേലെടുത്ത് രാഘവ് എന്നാര് ചത്തയാ മനുഷ്യനാവിടെ ആദ്യം, എന്നിട്ടുണ്ടാക്ക് നിലയും വിലയെ. നീ എന്ത് കാണിക്കാടാ ഇന്ന്? മമ്മൂട്ടിനെ എടുക്കാൻ പറഞ്ഞു. മമ്മൂട്ടിയല്ല, മമ്മട്ടി എടുക്കാനാ പറഞ്ഞത്. മമ്മട്ടി അയ്യോ, എന്തൊരു ശുഷ്കാന്തിയാണോ എന്റെ പൊന്നമ്മണി. നീ കട്ടൻ ചായ എടുക്കാൻ പോലും അകത്തേക്ക് പോവല്ലേ. നീ ഇവിടെ നിക്കണ കാരനാണ് ഈ പുള്ളിയുടെ ഈ മരണമാസ പെർഫോമൻസ്. നീ എപ്പ നിർത്തണോ അപ്പ തീരും. ഫോൺ വരുന്നു പഞ്ചായത്തിലാ. ഹലോ, പഞ്ചായത്ത് എപ്പോ തുറക്കണമെന്നാ? എടാ, പഞ്ചായത്ത് ഒരാഴ്ചത്തേക്ക് പൂട്ടിയിടാ. അമ്മണിയുടെ കിണറിന്റെ പണി കഴിഞ്ഞിട്ട് പഞ്ചായത്ത് തുറക്കാം. കോഴി വന്നെന്നാ? എടാ, കോഴിക്കൊക്കെ വസന്തയാന്ന് പറഞ്ഞ അങ്ങ് നിർത്തറാക്കുക എല്ലാരും. അമ്മണി ഇത് പിടി. ഇങ്ങനെ കിടന്ന് പിടിക്കല്ലേ. എനിക്ക് വീണ്ടും 1 മാസം പഞ്ചായത്ത് പൂട്ടിയിടേണ്ടി വരും. ഞാൻ ഇവിടെ വാടകയ്ക്കാണോ താമസിക്കുന്നത്? അത് നാട്ടുകാർക്ക് മൊത്തം അറിയാലോ. അറിയാം. ഞാനൊരു അപേക്ഷ അങ്ങോട്ട് തന്നില്ലായിരുന്നോ വീട് വെക്കാൻ വേണ്ടിട്ടുള്ള? 4 ലക്ഷം രൂപ വീടിന് ഇപ്പൊ അനുവദിക്കുന്നുള്ളൂ. അതുകൊണ്ട് ഞാൻ നിനക്കൊരു ബസ് സ്റ്റോപ്പ് അങ്ങ് അനുവദിച്ചു തരാം. ബസ് സ്റ്റോപ്പാ? എടി, വീടിനൊക്കെ 4 ലക്ഷം രൂപ ഇപ്പൊ സർക്കാർ കൊടുക്കുന്നുള്ളെന്ന്. ബസ് സ്റ്റോപ്പിനാകുമ്പോ 15 ലക്ഷം രൂപ വരെ കൊടുക്കുന്നുണ്ട്. ഇതോടെ കിളിച്ചോണ്ടിരിക്കല്ലേ അവിടെ സുഗുണ? ഇതിനി എത്ര കോല് തീരും? ഞാൻ അന്നേ പറഞ്ഞല്ലോ, 50 കോല് കുഴിഞ്ഞാലാണ് ഇതിനകത്ത് വെള്ളം കിട്ടുള്ളൂ. അതെന്നാ വർത്താനമാണ് നീ പറഞ്ഞത്? എടാ, ഞാൻ പലയിടത്തും ചോദിച്ചപ്പോ 25 കോല തീരുമെന്ന് പറഞ്ഞ പണി ഇപ്പൊ നീ 50 കോലെന്ന് പറഞ്ഞ കാര്യം എന്തുവാ? എടാ, അവരൊക്കെ വലിയ ആൾക്കാരല്ല, അവരുടെയൊക്കെ കോലൊക്കെ വലുതല്ലേ. ഞാൻ ചെറുതല്ലേ, എന്റെ കോലുണ്ടോ ചെറുതാ. എന്റെ 2 കോല് വേണം അവരുടെ 1 കോലാവാനായിട്ട്. എനിക്കിന്ന് ഉച്ച കഴിഞ്ഞ് പോകണം.
എനിക്ക് പെണ്ണുമ്പിള്ളയായിട്ടൊന്ന് ഹോസ്പിറ്റലിൽ പോകണം. ആരുടെ പെണ്ണുമ്പിള്ളയായിട്ട്? എൻ്റെ പെണ്ണുമ്പിള്ളയായിട്ട്, അല്ലാണ്ട് കരക്കാരുടെ പെണ്ണുമ്പിള്ളയായിട്ടാണ് ഞാൻ ഹോസ്പിറ്റലിൽ പോണത്. കല്യാണമൊക്കെ കഴിച്ചതാണോ? അയ്യോ അതെന്നടാ, എനിക്ക് കെട്ടിയ തന്നെ കുഴപ്പം. ഞാൻ കെട്ടിയ എന്നെ താലി മുറുകൂലേ? എനിക്ക് 2 പിള്ളേരും ഉണ്ട്. ചേച്ചിയുടെ പേരെന്നാ? ചേച്ചിയുടെ പേര് ജെസി, പക്ഷെ ഞാൻ വിളിക്കുന്നത് JCB എന്നാണ്. JCBയുടെ പണി എന്നാ? ചേച്ചിയുടെ പേര് പണി മണ്ണുകോരല്. മണ്ണുവാറില് ഇവക്കടെ പണി മണ്ണുവാറില്ല. ഞാൻ ഒരു സ്ഥലത്ത് കിണർ കുഴിക്കാൻ ചെന്നപ്പോ കിട്ടിയോ, ശരിക്കും പറഞ്ഞോ അവളെ ഞാൻ കുഴിച്ചെടുത്തോ. എടാ ഇവിടെ കുഴിച്ചെടുക്കാനായിട്ട് നിന്റെ ഭാര്യ എന്താ നിധിയാണോ? കല്യാണം കഴിച്ചു കഴിഞ്ഞപ്പോ ഞാൻ നിധിയാന്നാ വിചാരിച്ചേ. 2 ദിവസം കഴിഞ്ഞപ്പല്ലേ മനസ്സിലായേ എന്റെ തലവിധി അടവേ. എടാ നിന്നെ പണിക്ക് വിളിച്ചതാ, ഞങ്ങളുടെ ഗതികേടായി പോയതിപ്പോ. ഈ നിധിയുടെ കാര്യം പറഞ്ഞപ്പോഴാ, ചില സ്ഥലത്ത് നമ്മൾ പോയി കഴിഞ്ഞാൽ നമുക്ക് ചില ബോണസ് കിട്ടും. ബോണസാ? ഈ ആവേശത്തിൽ ഇങ്ങനെ കുഴിച്ചു ചെന്നപ്പോ ഒരു ഭാഗത്ത് ഫാസില്. മണ്ണിന്റെ അടി ഫാസിലാ? ഭാഗത്ത് ഫാസിലല്ലാതെ ഒരു ഭാഗത്ത് ഫാസിൽ. ഓ ഫോസിലടി. ആരുടെ ഫോസിലാ? വിനോദ് സാറിന്റെ. വിനോദ് സാറിന്റെയാ? വിനോദ് സാറിന്റെ അല്ല, മറ്റേ ഈ പിള്ളേരെ പേടിപ്പിക്കുന്ന സാധനം ഉണ്ടല്ലോ, ജുറാസിക് പാർക്കിന്റെ ഇങ്ങനെ വന്നെ. ഓ ദിനോസർ. ദിനോസർ. എന്നിട്ട് ദിനോസറിന്റെ അസ്ഥിയുടെ മാത്രമല്ല, 15 മുട്ടയും. ഒരുമാതിരി തള്ളല്ലേ, ഇതെങ്ങനെ സംഭവിക്കും? നിന്ന നിപ്പിലൊക്കെ 15 മുട്ട ഇട്ടുണ്ടല്ലോ എന്റെ പൊന്നു ചങ്ങാതിയെ, ആരായാലും ഫോസിലായി പോവും. നീ എന്റെ റേഞ്ച് മനസ്സിലാക്കണം. നിനക്കെന്താ റേഞ്ച്? ഒറ്റയ്ക്ക് കുഴിച്ചു വന്നവനാടാ ഞാൻ. ഒറ്റക്ക് കുഴിച്ചു വരാൻ നീ എന്നാ ഒഴിയാനാണോ? എടാ എന്റെ റേഞ്ച് ഇവിടെയൊന്നും അല്ല, കേരളത്തിൽ മാത്രമല്ല തമിഴ്നാട്ടിലും പോയി കിണർ കുഴിച്ചവനാ ഞാൻ. നിനക്കറിയാമോ, ഒരു ദിവസം രാവിലെ ഞാൻ കാപ്പി കുടിച്ചോണ്ടിരുന്നപ്പോ ഒരു കോള് നോക്കിപ്പോ ആരാ, കരുണാനിധി. டேய் சுகுணா, எங்கடா கண்ணே நீ? எத்தனையோ நாளாச்சடா உன்னை பார்த்துட்டு, சீக்கிரம் வாடா, வா பெரிய கிணறு போடுறா 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 போடுறான்னு. ഞാൻ അപ്പൊ തന്നെ പോടാന്ന് പറഞ്ഞു. കരുണാനിധിയെ പോടാന്ന് വിളിച്ചാ? അല്ലാന്ന് പിന്നെ പോടാം എന്ന് പറഞ്ഞിട്ട് കുഴിക്കാന്ന് നേരെ ടൂൾസ് ഒക്കെ എടുത്ത് കൊടൈക്കനാലിൽ ചെന്ന്. കൊടൈക്കനാലിൽ ചെന്നപ്പോ 2 മലയുടെ നടുക്ക് കുഴിക്കണം കിണർ. അവിടെ ചെന്ന് നേരെ അവിടെ ചെന്നപ്പോ എന്തൊക്കെയാ, കരുണാനിധി നിക്കണ്, MGR നിക്കണ്, ജയലളിത നിക്കണ്. ഇവർക്കാർക്ക് അവിടെ ഇരിക്കാൻ കസേരയില്ലടാ. ഫ്ലോ കളയല്ലേ പറയട്ടെ. നേരെ ടൂൾസ് ആയിട്ട് അങ്ങോട്ട് ഇറങ്ങി. അപ്പൊ തന്നെ പറഞ്ഞു ആരംഭിക്കലാമോ? തകിട്ട് തകിട്ട് തും തും ടാം തും തകിട്ട് തകിട്ട് സുഗുണൻ സുഗുണൻ തും തും പറഞ്ഞിട്ട് കുഴിച്ചു 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 അങ്ങോട്ട് ചെന്നപ്പോ ഒരു സൈഡ് ഇങ്ങനെ പൊള്ള പോലെ. ഒന്നും നോക്കിയില്ല, നേരെ പിക്കാസ് എടുത്ത ഒരു ഒറ്റ കിണ്ണ കാണ്ടടാ. അവിടെ ഭയങ്കരമായിട്ടൊരു ജുഹ. ജുഹയാ? എടി പോയി വെള്ളം എടുത്തോണ്ടോടി, അവന് ശ്വാസം മുട്ടുന്നെന്ന്. എന്നാ എന്നാ പറ? ഗുഹ. കേറി ഉടക്കിയതാ. ശരിയാടി, ഹാ ഇങ്ങനല്ലേ ഇരിക്കുന്നത്, അത് ഉടക്കും. അപ്പൊ തന്നെ ഞാൻ മേളിൽ എഴുതി വെച്ചു സുഗുണ കേവ്. എന്നതിനാ അവിടെ എഴുതി വെച്ചത്? പിന്നെ ഞാനല്ലേ അത് കണ്ടുപിടിച്ചത്, ഞാനത് ഉണ്ടാക്കിയ ആൾക്കാരെ അറിയണ്ടേ. പിന്നെ കമലഹാസൻ വന്ന് ഗുണ സിനിമ പിടിച്ചു കഴിയുമ്പോണ്ടല്ലോ ഇത് ഫേമസ് ആയി. സൂ എടുത്ത് അവര് മാറ്റി. ആ സൂ ഇപ്പൊ എവിടെ ഇരിക്കുന്നു? തിരുവനന്തപുരത്ത്. അവിടെ ആന, പുലി, കരടി, ആനമയിൽ, ഒട്ടകം, അവിടെ ഇല്ലാത്ത മൃഗങ്ങളില്ല. ഇതിനൊരു പരിഹാരം ഉണ്ടാക്കാൻ നോക്ക് നീ. പൊന്നു മെമ്പറെ അമ്മിണി, ഇപ്പൊ ഞാൻ ഒരു കാര്യം പറയാം, ഇതിനകത്ത് വെള്ളം കിട്ടൂല. കാരണം ഇത് മൊത്തം പാറയാ. ഇത് ഫുള്ള് പൊട്ടിച്ചെടുക്കണമെങ്കിൽ ലക്ഷങ്ങൾ വേണ്ടി വരും. വേറെ വല്ല കാര്യങ്ങളുണ്ടെങ്കിൽ നിങ്ങൾ നോക്ക്. ഒരു ഐഡിയ കിട്ടിയിട്ടുണ്ട്. എന്നാ? അതായത് നമ്മുടെ വയനാട് ഉറവ് പറ്റാത്തൊരു കിണറുണ്ട്, അത് നമുക്ക് അവിടുന്ന് പറിച്ച് ഇവിടെ കൊണ്ട് നട്ടാലാ? ബുദ്ധിമാനേ. പിന്നെ മിന്നിച്ചില്ലേ? എങ്ങനെയുണ്ട്? പറിച്ചു കൊണ്ടൊന്നും നടാനായിട്ട് കറ്റാർവാഴയല്ല, അത് കിണറാ. എന്റെ മെമ്പറെ ഇത് നടക്കുന്ന കാര്യമല്ല. എടാ ഞങ്ങള് രാഷ്ട്രീയക്കാർ എന്തെങ്കിലും കാര്യം പറഞ്ഞ് എന്തെങ്കിലും നടത്തിയിട്ടുണ്ടോ? ഇല്ല. അപ്പൊ ഇതും അതിന്റെ കൂടെ നടക്കൂലേ? നടക്കത്തില്ല മെമ്പറേ. നീയൊന്ന് അടങ്ങ്, നിനക്ക് മിനറൽ വാട്ടറെങ്കിലും മേടിച്ച് ഞാൻ ഒഴിച്ചു തരാം. നല്ല ഉഷാറുള്ള ഒരു കിണറുപണിയായിരുന്നു. കിണറുപണി എങ്ങനെ ഉണ്ടായിരുന്നു? ഇഷ്ടപ്പെട്ടോ? മതി. ഓക്കെ നസീർക്ക, നിങ്ങൾ 3 പേരും നല്ല ആർട്ടിസ്റ്റുകളാണ്. നല്ല സ്കിറ്റ് ഇവിടെ നിങ്ങൾ വന്നിട്ട് അവതരിപ്പിച്ചിട്ടുള്ളതാണ്. അപ്പം നിങ്ങളുടെ കയ്യിൽ നിന്ന് ഇങ്ങനെ ഒരു എവിടെയോ പോയി അങ്ങനെ പറ്റിയതാണെന്ന് ഞങ്ങൾക്ക് മനസ്സിലായി. നിങ്ങളുടെ കയ്യിൽ നിന്ന് സംഭവം വിട്ടുപോയിട്ട് സംഭവിച്ചാന്ന് മനസ്സിലായി. സാരമില്ല, നമുക്ക് അടുത്ത പ്രാവശ്യം പിടിക്കാം. കഴിവുള്ളവരല്ലേ. നല്ല വലിയ കുഴപ്പമില്ലാത്തൊരു സ്കിറ്റ് വേണേൽ കളിച്ചെടുക്കാൻ പറ്റുന്നതുമായിരുന്നു. പക്ഷേ എന്തോ എവിടെയൊക്കെ ബാലൻസ് തെറ്റിയതാണ് പ്രശ്നം. ഓക്കെ പ്രദീപേ, ദീപൊക്കെ അടിച്ച് പൊളിക്കണല്ലോ. ഇത് തന്നെ ക്ഷാമത്തിൻ്റെ സംഭവമുണ്ട്. ആദ്യം പറയാം ക്ഷാമം. നമ്മുടെ ഈ ഫ്ലോറിൽ ആവശ്യം എന്ന് പറഞ്ഞാൽ ഇരിക്കുന്നവർക്കും മറ്റേ കാണുന്നവർക്കും എല്ലാവർക്കും ചിരിക്കണം. എന്നാൽ നമ്മൾ കുറേ ഡീറ്റെയിൽ അങ്ങ് പറഞ്ഞുകൊണ്ട് പോയിട്ട് കാര്യമൊന്നുമില്ല. നമ്മൾ ഒരെണ്ണം എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ കുഞ്ഞ് ചിരിച്ച് കൊണ്ടെത്തിക്കണം. ചിരിക്കാൻ കുറവായിപ്പോയി, അടുത്ത തവണ ശ്രദ്ധിക്കുക. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു ചേട്ടാ. പ്രദീപ്, ചിത്തൻ, ഐശ്വര്യ,
എന്താ സംഭവിച്ചെന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവാം. നിങ്ങൾക്ക് അത് പറയാൻ പറ്റാത്തതുകൊണ്ടായിരിക്കാം. വിഷമിക്കേണ്ട കാര്യമൊന്നുമില്ല. എല്ലാ ദിവസവും എല്ലാ സ്കിറ്റും നന്നായി വരണമെന്നില്ല. ചിലപ്പോൾ നമ്മൾ പ്രതീക്ഷിക്കുന്ന പോലെ ഇപ്പം അല്ലേ, നമുക്കൊന്നും പറയാൻ പറ്റില്ല. പിന്നെ ടൈമിങ് നിങ്ങൾ വളരെ നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യണം. പ്രാക്ടീസേ ഉള്ളൊരു മാർഗം. ഒരു എളുപ്പവഴിയില്ല. അത് എത്ര എക്സ്പീരിയൻസ് ഉള്ളവരാന്ന് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. പ്രാക്ടീസ് ഇല്ലെങ്കിൽ ഒന്നും പെർഫെക്റ്റ് ആവില്ല. അതുകൊണ്ട് എക്സ്പീരിയൻസിൻ്റെ കാര്യം പറഞ്ഞ് ഇങ്ങോട്ട് വരരുത്. നമ്മൾ എത്ര എക്സ്പീരിയൻസ് ആയിട്ടുള്ളവരാണെങ്കിലും കയറുന്നതിന് മുമ്പ് പലതവണ നമ്മൾ റിഹേഴ്സൽ ചെയ്തിട്ട് നമ്മൾ കയറുന്നതിന് മുമ്പ് ഒന്നുകൂടെ പറഞ്ഞു നോക്കിയിട്ടായിരിക്കണം പെർഫോം ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് അത് മനസ്സ് വെക്കുക. ഇതിപ്പോൾ ഇന്ന് മറന്നേക്കുക. അടുത്ത സ്കിറ്റ് വരുമ്പോൾ ഗംഭീരമായിരിക്കണം. ഓൾ ദി വെരി ബെസ്റ്റ്. താങ്ക് യു ഷാജി ചേട്ടാ. അടുത്ത പ്രാവശ്യം നമുക്ക് നല്ല ഉഷാറാക്കാം. ഓക്കെ, ആദ്യം ജാഫ്രിക്ക മാർക്സ് 5000 കൊടുക്കാം. 5000. 5 മാർക്ക്. ഷാജൻ ചേട്ടാ ഞാനൊരു 4 മാർക്ക് കൊടുക്കും. ടോട്ടൽ 9 രൂപ. 9000 രൂപ ആയിട്ടുണ്ട്. നസീർക്ക അങ്ങോട്ട് കൊടുക്കാം. നേരെ ഇവിടോട്ട് അയച്ചിട്ടുണ്ട്. ടോട്ടൽ എത്രയാന്ന് നോക്കാം. 15. അടുത്ത പ്രാവശ്യം വരുമ്പം ഒരു സിൽവർ പഞ്ച്, ഗോൾഡ് പഞ്ച് ഒക്കെ അടിക്കുന്ന രീതിയിൽ ഒരു ഉഷാർ സ്കിറ്റായിട്ട് വായോ. ഓക്കെ, അടുത്ത പ്രാവശ്യം അടിപൊളിയാക്കാം. ഓക്കെ, താങ്ക് യു. എപ്പോഴും പോകാൻ നേരത്തെ ഒരു വിഷമമാണ്. കുറെ ചിരിച്ചിട്ട് സ്റ്റാൻഡപ്പ് കോമഡി ഒക്കെ കണ്ടിട്ട് പോകാൻ നേരത്തെ ഒരു വിഷമമാണ്. എന്നിരുന്നാലും നമുക്ക് അടുത്ത എപ്പിസോഡിൽ ഇതിൽ ഉഷാറാക്കാം എന്നുള്ള പ്രതീക്ഷയിലാണ് നമ്മൾ പോകുന്നത്. ജാഫ്രിക്ക, എങ്ങനെയുണ്ട് മൊത്തത്തിൽ ഇത് ഐറ്റം? വേറെ തന്നെ നമ്മളൊക്കെ പങ്കെടുക്കാൻ വന്നു. മതി. അപ്പൊ നമ്മുടെ കൂടെ കൂടിയ അല്ലേ? അടിപൊളി. ചേട്ടാ എന്തെല്ലാം വിശേഷം? എന്താ വിശേഷം? നല്ല വിശേഷം. ഇന്നിപ്പോ എന്തായാലും പോയല്ലേ പറ്റുള്ളൂ. നമുക്ക് പോയാലേ നാളെ വരാൻ പറ്റുള്ളൂ. തീർച്ചയായിട്ടും. അത് ഇന്ന് നീ നേരത്തെ വിടാമെങ്കിൽ നാളെ നേരത്തെ വന്നിട്ട് നമുക്ക് ചിരി കാണാം. എന്നാ ഇനി ഞാൻ വെച്ച് വഹിക്കുന്നില്ല. നമുക്കിനി അടുത്ത ദിവസം കാണാം. നിങ്ങൾ എവിടെയും പോകരുത്. അടുത്ത എപ്പിസോഡ് നിങ്ങൾ ഞങ്ങളോട് ഉണ്ട്. ഓക്കെ, അപ്പോ നമുക്ക് എല്ലാവർക്കും അടുത്ത എപ്പിസോഡിൽ കാണാം. അതുവരെ ദിസ് ഇസ് ബൈ ഫ്രം ജീവ ആൻഡ് ബൈ ഫ്രം ഫ്ലവേഴ്സ് കോമഡി. ഇത് ഐറ്റം വേറെ. ഗുഡ് നൈറ്റ്.